ഇന്നും വൈകിയല്ലോ മൃദു. നിന്നെ ഇങ്ങനെ കാത്തു നിന്നിട്ടാ എനിക്കും കൂടെ ടീച്ചറുടെ വഴക്ക് കേൾക്കുന്നത്. നിമ പരിഭവിച്ചു. ഓടിക്കിതച്ചു വന്ന മൃദു നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. കിതപ്പടക്കാൻ കഴിയാതെ നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് നിമ ബാഗിനുള്ളിലെ വെള്ളം നിറച്ച കുപ്പി മൃദുവിന് നേരെ നീട്ടി. ആർത്തിയോടെ ഒരു വായ എടുക്കാൻ നേരം വെള്ളം പുറത്തേക്ക് തുളുമ്പി യൂണിഫോമിലായി. എൻ്റെ പൊന്നു മൃദു, നീ കിതപ്പൊന്നടക്കിയിട്ട് കുടിക്ക്. ഇന്നും നേരം വൈകിയത് തന്നെ. ആദ്യത്തെ പീരിയഡ് ഇനി ആ ജാനകി ടീച്ചർ ക്ലാസ്സിൽ കയറ്റത്തില്ല കേട്ടോ, നിമ വേഗത്തിൽ നടന്നുകൊണ്ട് പറഞ്ഞു. ഇട്ടിരിക്കുന്ന ബാഗ് ഒന്നുകൂടെ വലിച്ചിട്ടുകൊണ്ട് പകുതി അഴിഞ്ഞ മുടി ഒന്നുകൂടെ പിന്നിയിട്ടുകൊണ്ട് മൃദു നിമക്ക് പിന്നാലെ ഓടി. സോറി, നാളെ മുതൽ നേരത്തെ വന്നേക്കാം. മൃദു നിമയുടെ തലയിലേക്ക് കൈനീട്ടവേ നിമ അത് തട്ടിയെറിഞ്ഞു. പൊന്നു മൃദു, കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നുണ്ട്. നീ ഇങ്ങനെ ഭാരിച്ച സത്യങ്ങളൊന്നും ചെയ്യാതെ, നിമ കപട ദേഷ്യം കാണിച്ചുകൊണ്ട് മൃദുവിനെ നോക്കി. അഞ്ജു ഇന്ന് ലീവാണല്ലേ നിമേ? നമുക്ക് വൈകിട്ട് വരുമ്പോൾ അഞ്ജുവിനെ കണ്ടിട്ട് പോവാട്ടോ. അവളുടെ പനി കുറവുണ്ടോ എന്നറിയാലോ. മൃദു അഞ്ജുവിൻ്റെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. വൈകിട്ട് പോയിട്ട് അഞ്ജുവിനെ കാണാനാണോ അതോ അഞ്ജുവിൻ്റെ ഏട്ടനെയോ? ചോദിക്കുമ്പോൾ നിമയിൽ മൃദുവിൻ്റെ കള്ളത്തരം കൈയോടെ പൊക്കിയ ഒരു ഭാവമായിരുന്നു. മൃദു ഒരു ചെറിയ ചമ്മലോടെ മുഖം താഴ്ത്തിക്കളഞ്ഞു. നിമ മൃദുവിൻ്റെ താടിത്തുമ്പ് പിടിച്ചുയർത്തി. നീ ഇങ്ങനെ നോക്കി നടന്നിട്ട് അങ്ങേര് നിന്നെ തിരിച്ചൊന്നും നോക്കുന്നത് കൂടെ ഇല്ലല്ലോ മൃദുവേ. നീ സങ്കടപ്പെടേണ്ടി വരരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. നിമ തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. എനിക്കിഷ്ടമാണ് സൂരജേട്ടനെ. അത് പറയുമ്പോൾ മൃദുവിൻ്റെ സ്വരം നേർത്തു പോയിരുന്നു. നിനക്ക് നിൻ്റെ വീട്ടുകാരെ കുറിച്ച് അറിയാലോ. ജാതിയുടെ പേരും പറഞ്ഞ് നിൻ്റെ അച്ഛനും ആ രുദ്രനും നാട്ടിലുണ്ടാക്കുന്ന ലഹള ചെറുതല്ല. അപ്പോൾ പിന്നെ മകൾ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ സ്നേഹിക്കുന്നു എന്ന് കേട്ടാൽ കഴിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ പിന്നെയുള്ള പുകില്. അമ്മയുടെ വാക്കുകൾ ചെറുതല്ലാത്തൊരു ഭീതി മൃദുവിൽ പടർത്തി കഴിഞ്ഞിരുന്നു. പതിയെ മൃദുവിൻ്റെ താടിത്തുമ്പ് പിടിച്ചുയർത്തി നിമ അവളെ തന്നെ നോക്കി. ആ ചേട്ടൻ നിന്നെ ഒന്ന് നോക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നിൻ്റെ ഈ പ്രണയം ഞാനും നീയും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഒഴിവാക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. നിമ അവളുടെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് വാത്സല്യത്തോടെ മൃദുവിനെ നോക്കി. ആരുണ്ടായില്ലെങ്കിലും എൻ്റെ ഇഷ്ടം അറിഞ്ഞാൽ എൻ്റെ വലിയേട്ടൻ കൂടെ നിൽക്കും. മൃദുവിൻ്റെ മുഖം വീർത്തു വന്നു. നിമക്ക് പൊടുന്നനെ ചിരി വന്നു. ഇങ്ങനെ ഒരു തൊട്ടാവാടി. അപ്പോഴേക്കും മുഖമെല്ലാം വീർത്തു. എൻ്റെ പൊന്നു മൃദു, അറിഞ്ഞിടത്തോളം ആ സൂര്യചേട്ടൻ ഒരു മൂശേട്ടയാണ്. നീ ഇഷ്ടാണ് എന്നൊക്കെ പറഞ്ഞു ചെന്നാൽ കാലിൽ വാരി അയാൾ ഭിത്തിയിൽ അടിക്കാഞ്ഞാൽ മതി. നിമ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. മൃദു വിരല് കടിച്ചുകൊണ്ട് നിന്നു. നീ വേഗം വാ, നേരം വൈകി. സങ്കടപ്പെട്ട് നിൽക്കുന്ന മൃദുവിൻ്റെ കൈയും പിടിച്ച് അവൾ വേഗത്തിൽ നടന്നു. അന്നേരവും അവളുടെ ഹൃദയം മുഴുവൻ സൂരജായിരുന്നു. ആ ചെറിയ കണ്ണുകളും സദാ ചുണ്ടിലുണ്ടാവുന്ന ആ ചിരിയും എല്ലാം. ക്ലാസ്സിലിരുന്ന് എന്തോ ആലോചനയിലായിരുന്ന മൃദുവിന് നേരെ ഒരു ചോക്കിൻ്റെ കഷ്ണം പാഞ്ഞു വന്നത് പെട്ടെന്നാണ്. മൃദു ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കി. മുന്നിൽ ജാനകി ടീച്ചറുടെ കലി നിറഞ്ഞ മുഖം. അവൾ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ പകൽ സ്വപ്നം കാണാൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു ഉപകാരവും ഇല്ലാതെ കുറേ എണ്ണം. 2 അക്ഷരം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അല്ലാതെ വായും പൊളിച്ചിരുന്ന ഇരിക്കത്തേ ഉള്ളൂ. ജാനകി ടീച്ചർ കത്തിക്കയറുകയാണ്. മൃദു മിണ്ടാതെ തലയും താഴ്ത്തി നിന്നതേ ഉള്ളൂ. എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ പിന്നെ അതിന്മേ പിടിച്ചു തൂങ്ങും. മിണ്ടാതെ ഇരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. കൊള്ളപ്പലിശക്ക് കട കൊടുക്കുന്ന കുടുംബത്തിൽ നിന്നും വരുന്നതല്ലേ. അപ്പോൾ പിന്നെ കുടുംബത്തെ ആവശ്യത്തിന് പണമുണ്ടാവും. പഠിച്ച് ജോലി വാങ്ങി അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജാനകി ടീച്ചർ വിടാൻ ഭാവമില്ല. പലപ്പോഴും മൃദുവിനോട് എന്തോ പൂർവ്വവൈരാഗ്യമുള്ള പോലെയാണ് ടീച്ചറുടെ സംസാരം. നിമ ഓർത്തെടുത്തു. അത് പറഞ്ഞപ്പോൾ മാത്രം മൃദുവിൻ്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതിന് മാത്രം അവളെ വഴക്ക് പറഞ്ഞാൽ പോരെ, അല്ലാതെ കുടുംബക്കാരെ ഇതിൽ വലിച്ചിടേണ്ട കാര്യം എന്താ? നിമ ചാടി എഴുന്നേറ്റു. കൂട്ടുകെട്ട് തർക്കുത്തരം കണ്ടുപിടിച്ച ഒരുത്തിയുമായിട്ടാണല്ലോ. പിന്നെ എങ്ങനെ നന്നാവാനാണ്? കൂട്ടത്തിൽ നല്ലൊരുത്തിയുള്ളത് ആ അഞ്ജുവാണ്. അതിന് അത്യാവശ്യം പഠിക്കണം എന്നൊരു ചിന്ത ഉള്ള കൂട്ടത്തില്ല. വെറുതെ കൂടെ കൊണ്ട് നടന്ന് അതിൻ്റെ ഭാവി നശിപ്പിക്കണ്ട. ടീച്ചറുടെ മുള്ളും മുനയും വെച്ചുള്ള സംസാരം കേൾക്കെ കുട്ടികൾ അടക്കി ചിരിക്കാൻ തുടങ്ങി. നിമ അവരെ രൂക്ഷമായി ഒന്ന് നോക്കിയപ്പോൾ പൊട്ടിവന്ന ചിരി എല്ലാവരും അടക്കി നിർത്തുന്നത് കണ്ടു. അപ്പോഴേക്കും മൃദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു തുടങ്ങിയിരുന്നു.
ചോറ്റും പാത്രത്തിൽ വെറുതെ കൈയിട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന മൃദുവിനെ തന്നെ നോക്കിയിരുന്നു നിമ. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നീ കഴിക്കുന്നില്ലേ? നിമ അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തോ ആലോചനയിൽ നിന്നും പെട്ടെന്ന് പുറത്തു വന്ന പോലെ മൃദു നിമയെ നോക്കി. വിശപ്പില്ലടി. മൃദു അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി. നിമക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. നീ ആ ജാനകി ടീച്ചർ പറഞ്ഞത് ആലോചിച്ചിരിക്കുകയാണോ? ആ തള്ളക്ക് നാവിനല്ലില്ലെന്ന് കരുതി. അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവൾക്ക് നിന്നോട് എന്തോ വൈരാഗ്യബുദ്ധിയുള്ള പോലെയാ. അവൾ അടുത്തിരിക്കുന്ന ചെറിയ കുപ്പി തുറന്ന് മോരുകൂട്ടാൻ ഒന്നുകൂടെ ചുഴറ്റി മൃദുവിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. മോര് ഇന്ന് അധികം പുളി പിടിച്ചിട്ടില്ല, എന്നാലും കറി കൊള്ളാം. നിനക്കിഷ്ടാണെന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ട് പറഞ്ഞുണ്ടാക്കിച്ചതാ. കഴിച്ചേ വേഗം. തൻ്റെ ചോറ്റും പാത്രത്തിൽ നിന്നും ചോറിൽ പെട്ടു കുഴഞ്ഞു പോയ ഒരു കടുമാങ്ങ കഷ്ണവും അവൾ മൃദുവിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു. രണ്ടും കൂടി കൂട്ടിയിട്ട് അങ്ങ് കഴിക്ക് പെണ്ണെ. നിന്റെ സൂരജേട്ടനെ ഒന്ന് വളച്ചു കുപ്പിയിലാക്കണമെങ്കിൽ അത്യാവശ്യം ആരോഗ്യമൊക്കെ വേണം. നിമ കളി പറയവേ കൂടുതൽ തെളിമയിൽ മൃദുവിൻ്റെ ഉള്ളിലേക്ക് ആ മുഖം പടർന്നു കയറുന്നുണ്ടായിരുന്നു. ഒരു വട്ടം ഒന്ന് കാണാൻ അവളുടെ ഉള്ളു തുടിച്ചു. പതിയെ നിമ ഒരു ഉരുള ചോറ് കുഴച്ച് മൃദുവിന് നേരെ നീട്ടി. നീ ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിച്ചാൽ ഇന്ന് ഇത് നീങ്ങില്ല. ഉച്ചയ്ക്ക് ശേഷം മാത്സ് ആണ്. ഇന്നലെ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നീയും ചെയ്തില്ലല്ലോ? നിമ സംശയത്തോടെ അവളെ നോക്കി. ഇല്ല. ചുമൽ ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് അവൾ ഇല്ല എന്ന് തലവെട്ടിച്ചു. ആ, ഞാൻ പേടിച്ചുപോയി. ഞാൻ ഒറ്റക്കാവുമോ എന്ന് കരുതി. നീ വാ അങ്ങോട്ട് തുറക്ക്. വേഗം കഴിച്ചിട്ട് വർക്ക് ചെയ്ത് തീർക്കാം. നിമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ് വാങ്ങി കഴിക്കവേ വെട്ടേക്കാടിലെ കണ്ണിമാങ്ങയുടെ പുളിയിൽ അവളിലെ രുചിമുകളങ്ങൾ ഉണർന്നു തുടങ്ങിയിരുന്നു. എൻ്റെ പൊന്നു മൃദു, നീ ഇങ്ങനെ കിടന്ന് ഓടാതെ. എനിക്ക് ഓടി ഒപ്പം എത്തുന്നില്ല കേട്ടോ. ഊരക്ക് കൈയും കൊടുത്ത് നിന്നുകൊണ്ട് നിമ ഒന്ന് കിതച്ചു. വേഗം വാ നിമേ. തന്നേക്കാൾ അല്പം ദൂരെ പോയവൾ തിരികെ വന്ന് വിളിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. മൃദുവും വല്ലാതെ കിതക്കുന്നുണ്ട്. നീ അഞ്ജുവിനെ കാണാനൊന്നുമല്ലല്ലോ ഈ തിരക്കിട്ട് ഓടുന്നത്. അവളുടെ ഏട്ടനെ കാണാനല്ലേ? നിമക്ക് ദേഷ്യം വന്നു. മൃദു ഒന്നൂടെ നിമക്ക് അടുത്തേക്ക് നീങ്ങി നിന്നു. നീ ഇപ്പോൾ എന്നോട് അടി കൂടാൻ നിൽക്കല്ലേ നിമേ. മൂപ്പര് പുറത്തേക്കോ മറ്റോ പോവും കേട്ടോ. പിന്നെ ഇന്ന് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് പിള്ളേർ പോകുന്ന നേരമാണ്. ഇപ്പോൾ ആള് വീട്ടിലുണ്ടാവും. മൃദു ആലോചനയോടെ പറഞ്ഞു നിർത്തി. സൂരജ് ചുറ്റുവട്ടത്തുള്ള കുറച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. വൈകിട്ട് 5 മണി വരെ കാണും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ കഴിയില്ല. ഒരു നോട്ടം ഒന്ന് കണ്ടാൽ മതി, എവിടെ നിന്നെങ്കിലും. ഇല്ലെങ്കിൽ മനസ്സിലൊരു പിടച്ചിലാണ്. ഞാൻ അങ്ങനെ അതിരില്ലാതെ സ്നേഹിക്കുന്നത് ആളറിയുന്നുണ്ടാകുമോ? ഒരു നോട്ടം എപ്പോഴെങ്കിലും വീണ് കിട്ടിയാൽ പോലും ആ കണ്ണിൽ ഒരു തരം ദേഷ്യമുള്ള പോലെ തോന്നും മൃദുവിന്. അല്ലാതെ തന്നോട് തിരിച്ചൊരു തരി സ്നേഹമുള്ളതായിട്ട് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല ഇനി. അവളുടെ ഹൃദയം ഒന്ന് മിടിച്ചുയർന്നു. ഓടിപ്പിടഞ്ഞ് അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ ട്യൂഷൻ വിട്ട് കുട്ടികൾ പോകുന്നുണ്ടായിരുന്നു. മൃദു ചുറ്റുമൊന്ന് നോക്കി പതിയെ ഉമ്മറത്തെ പൈപ്പിൽ നിന്നും കാല് കഴുകി. വരുന്ന വഴി ഓടിക്കിതച്ചു വന്നതുകൊണ്ട് എവിടെയോ കാല് ചളിയിൽ താഴ്ന്നു. ചളിയിൽ നിന്നും കാല് വലിച്ചൂരിയെടുക്കവേ ചെരുപ്പിൻ്റെ വള്ളിയും പൊട്ടിപ്പോയി. പിന്നെ ഒരു മുട്ടുസൂചി കൊണ്ട് വേർപെട്ടു പോയ വള്ളിച്ചെരുപ്പിനോട് ചേർത്ത് കുത്തിയ ശേഷമായിരുന്നു പിന്നീടുള്ള ഓട്ടം. കാലിൽ ഇടയ്ക്കിടയ്ക്ക് കുത്തിയ സൂചി വിട്ട് കുത്തിക്കയറുന്നുണ്ടായിരുന്നു അന്നേരവും. നിമ നിർത്താതെ ചീത്ത വിളിക്കുന്നുമുണ്ടായിരുന്നു. അതൊന്നും ചെവിയിൽ കേട്ടതേയില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്നെത്തണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാലിലെ ചളി മുഴുവൻ കഴുകിക്കളഞ്ഞ് അവൾ നിമയെയും കൂട്ടി ഉമ്മറത്തേക്ക് കയറി. പോയി വാതിലിൽ ഒന്ന് തട്ടി നോക്ക്. ഇല്ലെങ്കിൽ അമ്മയെയോ അഞ്ജുവിനെയോ വിളിക്ക്. മൃദു നിമയെ മുന്നിലേക്ക് തള്ളിവിട്ടു. അത് ശരി, ഇതുവരെ വലിയ ഓട്ടമായിരുന്നല്ലോ അങ്ങേരെ കാണാൻ. ഇപ്പോൾ അടുത്തെത്തിയപ്പോൾ കിടന്ന് തുള്ളുന്നു വെളിച്ചപ്പാടിനെ പോലെ. നീ ഈ ധൈര്യവും വെച്ച് പ്രേമ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് നടക്കണോ മൃദു? നിമ പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് അവളോട് അടക്കത്തിൽ ചോദിച്ചു. നീ ഒന്ന് പതിയെ പറ നിമേ. ആരെങ്കിലും കേട്ട് വന്നാൽ കഴിഞ്ഞു. പിന്നെ ഈ പരിസരത്തേക്ക് അടുക്കാൻ പറ്റില്ല. മൃദു അവളെ താക്കീതോടെ നോക്കി. നിമ ഒന്ന് അമർത്തി മൂടിക്കൊണ്ട് അവളെ അടിമുടി ഒന്ന് നോക്കി. ശേഷം വാതിലിനരികിൽ സ്ഥാനം പിടിച്ചു. അഞ്ജു, അമ്മ. അവൾ പതിയെ വാതിലിൽ തട്ടി വിളിച്ചു. വാതിൽ പകുതി ചാരിയിട്ടേ ഉള്ളൂ എങ്കിലും നേരെ കയറി ചെല്ലുന്നത് മര്യാദ അല്ല എന്ന് ഇരുവർക്കും തോന്നി. പകുതി അടഞ്ഞ വാതിലിലേക്ക് നോക്കിക്കൊണ്ട് മൃദു ഉമിനീർ വിഴുങ്ങി നിന്നുപോയി. ചുമരുകൾക്കപ്പുറം അവനുണ്ട് എന്ന ചിന്തയിൽ പോലും അവൾ അടിമുടി പൂത്തുലഞ്ഞു പോയിരുന്നു. തൻ്റെ പ്രണയം അടുത്തേക്ക് വരുന്ന പോലെ അവൾക്കൊരു തോന്നൽ. ആ മക്കളോ, കയറി വാ, അഞ്ജു അകത്തുണ്ട്. പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് സാരിത്തുമ്പിൽ കൈകൾ തുടച്ചുകൊണ്ട് അഞ്ജുവിൻ്റെ അമ്മ പത്മ പുറത്തേക്ക് വന്നു.
അമ്മ എന്തോ പണിയിലായിരുന്നു എന്ന് തോന്നുന്നു. ആൾ നന്നായി വിയർത്തിട്ടുണ്ട്. നെറ്റിയിലും കഴുത്തിലുമൊക്കെ ആകെ വിയർത്തിട്ടുണ്ട്. അഞ്ജുവിന് പനി കുറവുണ്ടോ അമ്മ? നിമ പെട്ടെന്ന് ചോദിച്ചു. ആ, കുറവുണ്ട് മോളെ. ഇന്നലെ വരെ നല്ല പനിയായിരുന്നു. ഇന്നലെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ആൾ കിടന്ന് വിറക്കുന്നുണ്ടായിരുന്നു. പിന്നെ അച്ചു തന്നെയാ ചുക്കുകാപ്പി ഇട്ട് കൊടുത്തതും കയ്യും കാലും തിരുമ്മി കൊടുത്തതുമൊക്കെ. എനിക്കാണെങ്കിൽ രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ക്ഷീണമാണ്, നടുവേദനയും കാലുകടച്ചിലുമൊക്കെ. ഇപ്പോഴാണ് മോൾക്ക് പനി ചെറിയൊരു ആശ്വാസം കിട്ടിയത്. അവർ ഒരു നെടുവീർപ്പിട്ടു. അച്ചു, സൂരജേട്ടൻ, ആ ഒരു പേരിൽ കുരുങ്ങിപ്പോയിരുന്നു മൃദു അന്നേരം. അല്ലെങ്കിലും ആളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ ചെവി വട്ടം പിടിക്കും. കൗതുകത്തോടെ ആളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടിരിക്കും. ഉള്ളിലിരുന്ന് അന്നേരം ആരോ പറയും, സൂരജ് നിൻ്റേതാണെന്ന്. അമ്മ വയ്യാഞ്ഞിട്ട് ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ? ഇടയ്ക്കിടയ്ക്ക് അഞ്ജു പറയാറുണ്ട് അമ്മക്ക് വയ്യ എന്ന്. നിമ പെട്ടെന്ന് അവർക്ക് അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. തനിക്ക് ഇങ്ങനെ നിമയെ പോലെ സംസാരിക്കാനൊന്നും അറിയത്തില്ല. ഉള്ളിലുണ്ടാകും ഓരോ ചോദ്യങ്ങൾ, പക്ഷെ പുറത്തേക്ക് വരാൻ പാടാണ്, പ്രത്യേകിച്ച് വലിയ അടുപ്പമില്ലാത്തവരുമായിട്ട്. നിമ പക്ഷെ അതിനൊക്കെ മിടുക്കിയാണ്. ഏതാളുകളോടും ഏത് സാഹചര്യത്തിലും അവൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. ഡോക്ടറെയൊക്കെ കാണിച്ചതാ മോളെ. എല്ല് തേയ്മാനമാണെന്നാണ് പറയുന്നത്. റെസ്റ്റ് എടുക്കാൻ. നമുക്കങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? പക്ഷെ അച്ചുമോൻ അധികം ഒന്നും ചെയ്യിക്കില്ല. വീട്ടിലുള്ളപ്പോൾ ആളെൻ്റെ അടുത്ത് നിന്നും മാറില്ല. അമ്മ ഒന്നും ചെയ്യണ്ട എന്നും പറഞ്ഞ് അവന് പറ്റുന്നതൊക്കെ അവനും ചെയ്യാൻ കൂടും. അഞ്ചു കുറച്ച് പിറകിലോട്ട് ആ കാര്യത്തിലൊക്കെ. കണ്ണ് തെറ്റിയാൽ പിന്നെ ടി വിയുടെ മുന്നിലാണ്. ഞാൻ വഴക്ക് പറഞ്ഞാൽ അച്ചു സമ്മതിക്കത്തില്ല. അവൾ കൊച്ചല്ലേ അമ്മ എന്ന് പറയും. പത്മ വാചാലയായി. മൃദുവിൽ വല്ലാത്തൊരു തിടുക്കം കൂടി. ഉള്ളിലേക്ക് കയറി അവനെ ഒന്ന് കാണാൻ. ഇടയ്ക്കെപ്പോഴോ ഉള്ളിൽ നിന്നും ആള് ചുമക്കുന്നത് കാത് വട്ടം പിടിച്ചു കഴിഞ്ഞിരുന്നു. ആളകത്തുണ്ടാകുമോ? അവൾ സ്വയം ചോദിച്ചു. പതി ഉള്ളിലേക്ക് എത്തി നോക്കി. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നെയ്യാൻ ഋതുദേവതയായി അരികിൽ നിൽക്കെ. പതിയെ അകത്ത് നിന്നും ആളുടെ ഒരു മൂളിപ്പാട്ട് മൃദുവിൻ്റെ ചെവിയിൽ വന്ന് തടഞ്ഞു നിന്നു. അവളുടെ നെഞ്ചെടുപ്പേറി. ശ്വാസം വിലങ്ങി. ഉള്ളംകൈ തണുത്തുറഞ്ഞു. ശരീരമൊട്ടാകെ കുളിർന്നു. എന്നിട്ടും അവൾ വല്ലാതെ വിയർത്തുപോയി. ഒന്ന് കാണാനല്ലേ ഓടി വന്നത്. എന്നിട്ടിപ്പോൾ മുന്നിലുണ്ടെന്നറിഞ്ഞപ്പോൾ എന്തേ മനസ്സും ശരീരവും ഇങ്ങനെ തളർന്നു പോകുന്നു? ഒരു 18 വയസ്സുകാരിക്ക് മനസ്സിലാവുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും അന്നേരം കടന്നു പോകുന്ന മാറ്റങ്ങൾ. മക്കൾ പുറത്തുനിന്ന് തന്നെ നിൽക്കാതെ അകത്തോട്ട് വാ, പത്മ അവരെ ഉള്ളിലേക്ക് വിളിച്ചു. വാതിലിൻ്റെ അടുത്ത് വെച്ച് രണ്ടാളും കൂടെ വീണ്ടും ഒരു തിക്കും തിരക്കും ഉണ്ടായി. ആരാദ്യം കയറുമെന്ന്. അവസാനം നിമയെ തന്നെ ഉള്ളിലാക്കി മൃദു പുറകെ കയറി. മുറിയിലേക്ക് ചെന്നപ്പോൾ അഞ്ചു നല്ല ഉറക്കത്തിലാണ്. നെറ്റിയിൽ ചെറിയൊരു വെള്ളത്തുണി നനച്ചിട്ടിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ആൾക്ക് നല്ല വാട്ടം തട്ടിയിട്ടുണ്ട്. മൂടി പുതച്ചാണ് കിടപ്പ്. പനി വിടുന്ന ലക്ഷണമുണ്ടെന്ന് തോന്നുന്നു. നന്നായി വിയർത്തിട്ടുണ്ട്. നിമ അടുത്തേക്ക് വന്ന് അവളുടെ അരികിലേക്ക് ഇരുന്നു. അഞ്ചു, അവൾ പതിയെ അവളുടെ നെറ്റിയിൽ കൈ ചേർത്തു. പതിയെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ ചെവിയുടെ മടക്കിലേക്ക് വെച്ചു കൊടുത്തു. അഞ്ചു കണ്ണൊന്ന് ചിമ്മി തുറന്നു. പതിയെ നിമയും മൃദുവും അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. നിങ്ങളോ? ഇതെപ്പോൾ വന്നു? അഞ്ചു ചെറിയൊരു ചിരിയോടെ എഴുന്നേൽക്കാൻ നോക്കി. ഏയ്, നീ കിടന്നോ, എഴുന്നേൽക്കണ്ട. മൃദു അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമില്ലടാ, പനി വിട്ടു, ക്ഷീണമുണ്ട്, അത്രേ ഉള്ളൂ. അഞ്ചു നിമയുടെ മടിയിലേക്ക് തല വെച്ച് മൃദുവിൻ്റെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു. ആപ്പിളും മുന്തിരിയും ഒന്നും കൊണ്ടുവന്നില്ലേടി? ഒരു രോഗിയെ കാണാൻ വന്നിട്ട്. അഞ്ചു കണ്ണുകൾ ഉയർത്തി നിമയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ പിന്നെ, ആപ്പിളും മുന്തിരിയും. ഇവിടെ വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് താ പെണ്ണെ, വിശന്നിട്ട് വയ്യ. നിമ വയറൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. നിനക്ക് അങ്ങനെ വയറ് കാലിയാവാൻ വഴിയില്ലല്ലോ. ഇന്ന് ജാനകി ടീച്ചറുടെ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ? മൂപ്പരുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടി വയറ് നിറഞ്ഞു കാണുമല്ലോ രണ്ടാൾക്കും. അഞ്ചു ചിരിയോടെ ചോദിച്ചു. ആ, അതൊന്നും പറയണ്ട, അതൊക്കെ ശീലായില്ലേ. എന്നാലും നിന്നെ ആ സ്ത്രീക്ക് വലിയ കാര്യമാ. നിമ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മക്കളിരിക്ക്, അമ്മ ഇപ്പോൾ വരാം. നല്ല ഇലട ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മ അത് എടുത്തിട്ട് വരാം. പത്മ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. നിമയും അഞ്ചുവും കൂടെ സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലാണ് മൃദു പതിയെ മുറി വിട്ട് ഇറങ്ങിയത്. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു കുഞ്ഞു വീടാണ് അഞ്ജുവിൻ്റെ. മൃദു ഹാളിലേക്ക് കടന്നു. ചുമരിൽ ചിലയിടങ്ങളിലെല്ലാം നല്ല വൃത്തിയോടെയുള്ള ഗ്ലാസ് പെയിൻറ്റിങ്. സൂരജേട്ടൻ നന്നായിട്ട് വരക്കുമെന്ന് അഞ്ജു പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിറയെ പീലി നിറഞ്ഞ 2 കണ്ണുകളുടെ ചിത്രത്തിൽ അവളുടെ മിഴികൾ ഉടക്കി. ആ നോട്ടം വല്ലാതെ പിടക്കുന്ന പോലെ, ജീവനുള്ള ഒരാൾ നോക്കുന്ന പോലെ. ഒരുപാട് പറയാനുണ്ടായിട്ടും ഒന്നും പറയാതെ എന്തൊക്കെയോ കണ്ണിൽ ഒളിപ്പിച്ച് നിൽക്കുന്ന പോലെ. അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കവെയാണ് പിന്നിലൊരു നിഴലനക്കം. കൂടെ വല്ലാത്തൊരു ചെമ്പക ഗന്ധവും. തിരിഞ്ഞു നോക്കാൻ മൃദുവിന് പേടി തോന്നി. തൊട്ടുപുറകിൽ അവനുണ്ട് എന്ന് നോക്കാതെ തന്നെ ഹൃദയം അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. മുറി വിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി മൃദുവിന്.
തിരിഞ്ഞു നോക്കും മൃദു. നിന്റെ പ്രണയം ഇതാ നിഴല് പോലെ നിനക്കരികിൽ. അവളുടെ ഹൃദയം അവളോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു. പതിയെ തിരിഞ്ഞു നോക്കവേ മുന്നിൽ ആ രൂപം, ഇതുവരെ കാണാൻ കൊതിച്ച രൂപം, എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ശ്വാസം നിലച്ചു പോകുമോ എന്ന് പോലും തോന്നി. ഒരക്ഷരം മിണ്ടാതെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. എൻ്റെ കണ്ണുകൾ പിടഞ്ഞു പിടഞ്ഞ് ആ മിഴികളിൽ കുരുത്തു. എന്നിട്ടും അവിടെ ഒരു മാറ്റവുമില്ല. അതേ നോട്ടം തന്നെ. ഒരു ചെറിയ ചിരി പോലും ഇല്ലാതെ നോക്കി നിൽക്കുന്നു. വല്ലാത്തൊരു ചെമ്പകഗന്ധമാണ് ആൾക്ക്. അതിങ്ങനെ എൻ്റെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ പോയി എത്തി നോക്കുന്നുണ്ട്. മോള് വാ, അടയും ചായയും എടുത്തു വെച്ചിട്ടുണ്ട്, നീയും വാച്ചു. പത്മയുടെ ശബ്ദം കാതിലെത്തിയപ്പോഴാണ് മൃദുല അവനിൽ നിന്നും നോട്ടം മാറ്റി കളഞ്ഞത്. പതിയെ തലയും താഴ്ത്തി ആളെയും മറികടന്ന് അമ്മക്ക് പിറകിലായി നടന്നു. പുറകിലായി അവനും വരുന്നുണ്ടെന്ന് നോക്കാതെ തന്നെ അറിയുന്നുണ്ടായിരുന്നു. മേശക്കരികിൽ അഞ്ജുവും നിമയും ഇരിപ്പുണ്ട്. നിമ എപ്പോഴോ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവൾ ഒന്ന് തല ഉയർത്തി നോക്കുന്നു പോലുമില്ല. അല്ലെങ്കിലും അവൾക്ക് മധുരം വലിയ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ കുറച്ച് കഴിക്കുമ്പോഴേക്കും മധുരമുള്ളത് അത്രയും മടുക്കും. പിന്നെ എരിവുള്ളത് എന്തെങ്കിലും അതിന് മുകളിൽ കഴിക്കണം, ഇല്ലെങ്കിൽ മനം പുരട്ടുന്ന പോലെയാണ്. നീ വാ മൃദു, ഇവിടെ ഇരിക്ക്. അഞ്ജു അരികിലെ കസേര വലിച്ചിട്ട് മൃദുവിനെ നോക്കി. അവൾ പതിയെ അവിടെ വന്നിരുന്നു. തൊട്ടപ്പുറം സൂരജ് ഇരിക്കുന്നത് പെട്ടെന്നാണ്. മൃദുലയ്ക്ക് ആകെ വെല്ലായ്മ തോന്നി. ആളെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കുമ്പോൾ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് അട കഴിക്കുകയാണ്. അറിയാതെ പോലും ഒരു നോട്ടം ഇങ്ങോട്ട് എത്തുന്നു പോലുമില്ല. ഞാനും പതിയെ കഴിച്ചു തുടങ്ങി. അമ്മ, ഞാൻ ഇറങ്ങുന്നു. അഞ്ജു, തൊടിയിലേക്കൊന്നും ഇന്ന് ഇറങ്ങേണ്ട, ആ പനി മുഴുവൻ മാറട്ടെ. ആൾ കഴിച്ചു കഴിഞ്ഞ് കയ്യും വായും കഴുകി പുറത്തേക്ക് പോകാനൊരുങ്ങി. ശരത്തിൻ്റെ വിശേഷം എന്താ? അവൻ വിളിക്കാറുണ്ടോ? സൂരജ് നിമയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നിമയുടെ വല്യച്ഛൻ്റെ മകനാണ് ശരത്ത്. ആൾ സൂരജേട്ടനൊപ്പം പഠിച്ചിരുന്നതാ. ചെറിയൊരു തല്ലുകേസ് വന്നപ്പോൾ ഇവിടെ കിടന്ന് പോലീസും അടിപിടിയും ഒക്കെ ആയി ജീവിതം തെളിഞ്ഞു പോവണ്ട എന്ന് കരുതി വല്യച്ഛൻ ദുബായിലേക്ക് കയറ്റിവിട്ടു. ആ, വിളിക്കാറുണ്ട്. നിമ ചിരിയോടെ തലയാട്ടി. അവൻ പതിയെ മൂളിക്കൊണ്ട് നിമയെ നോക്കിയൊന്ന് ചിരിച്ചു. ടേബിളിലേക്ക് കൈകുത്തി മൃദുലയുടെ അരികിൽ നിന്നാണ് വിശേഷം പറച്ചിൽ അത്രയും. തന്നോടൊരു വാക്കുപോലും ചോദിക്കുന്നില്ല എന്നോർക്കെ മൃദുലയ്ക്ക് സങ്കടം വന്നു. പരിഭവം നിറഞ്ഞു. നേരത്തെ മുഖത്തേക്ക് വല്ല ശത്രുക്കളെ പോലെയായിരുന്നു നോക്കിയിരുന്നത്. വലിഞ്ഞു കയറി വന്ന പോലെ. ഒന്ന് ചിരിച്ചൂടെ? അതുപോലും ചെയ്തില്ല. അല്ലെങ്കിലും ആരോടാ ഞാൻ ഈ പരിഭവം പറഞ്ഞു കൂട്ടുന്നേ? ആൾക്ക് ഞാൻ അനിയത്തിയുടെ കൂട്ടുകാരി, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെയല്ലല്ലോ. എൻ്റെ പ്രാണനല്ലേ. എൻ്റേതായി ഞാൻ കണ്ടുപോയില്ലേ? അവളുടെ ചങ്ക് നീറി. ചേട്ടൻ എന്താ മൃദുവിനോട് സംസാരിക്കാത്തെ? അവൾക്ക് വലിയ പരാതിയാണ്. ചേട്ടൻ നിമയോട് മാത്രമേ മിണ്ടാറുള്ളൂ എന്ന് പറഞ്ഞ് അഞ്ജു എന്തോ തമാശ പറയുന്ന പോലെ സൂരജിനെ നോക്കി പറഞ്ഞു. ഒരു നിമിഷം മൃദുലയുടെ കയ്യിലെ ഗ്ലാസ്സിൽ നിന്നും ചായ തുളുമ്പിപ്പോയി. അവളുടെ മുഖം വിളറി വെളുത്തു. മുന്നിൽ അല്പം കുനിഞ്ഞ് മേശയിൽ കൈകുത്തി നിൽക്കുന്നവൻ്റെ നോട്ടം നിമയിൽ നിന്നും തെന്നിമാറി എന്നിൽ വന്ന് നിറയുന്നത് ഞാൻ കൺകോണിൽ കണ്ടു. മുഖം ഉയർത്തി നോക്കാൻ ഒരു ഭയം. എങ്കിലും മിഴികൾ മാത്രം ഉയർത്തി സൂരജേട്ടനെ നോക്കി. ആ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി മിന്നി മറഞ്ഞു. ഞാൻ കൊതിയോടെ അത് നോക്കിയിരുന്നു പോയി. എന്നെ നോക്കിയിരിക്കുന്നു. പക്ഷേ ആ ചിരിയിൽ സ്നേഹത്തിൻ്റെ മധുരമായിരുന്നില്ല. പകരം പരിഹാസത്തിൻ്റെ മുനയായിരുന്നു, പുച്ഛത്തിൻ്റെ കയ്പും. ആൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആരുമല്ലായിരുന്നു എന്ന് ആദ്യമായി ആളുടെ നാവിൽ നിന്നും കേട്ട ദിവസം അന്നായിരുന്നു. ഈ കുട്ടിയോട് ചോദിക്കാൻ വിശേഷം ഒരുപാടുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തത് കൊണ്ടാണ് ചോദിച്ചു തുടങ്ങാത്തത്. സൂരജിൻ്റെ സംസാരത്തിലെ ധ്വനി പെട്ടെന്ന് തന്നെ മൃദുല പിടിച്ചെടുത്തിരുന്നു. നാട്ടിൽ ഈ കുട്ടിയുടെ വീട്ടുകാർ ഉണ്ടാക്കുന്ന ലഹള ചെറുതല്ലല്ലോ. പിന്നെ വട്ടപ്പലിശ. എത്ര പേരുടെ കുടുംബത്തിൻ്റെ വേര് തോണ്ടിയിട്ടാണെന്നോ ചിറ്റടത്തെ വിശ്വനാഥൻ മുതലാളിയൊക്കെ കഞ്ഞുപിടിച്ചു പോകുന്നത്. അല്ല കൊച്ചേ, അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ തിന്നാൽ ദേഹത്ത് പിടിക്കുമോ? അവൻ ഒട്ടും ഭയമില്ലാതെ അവൾക്ക് നേരെ കൂരമ്പുകൾ തൊടുത്തുവിട്ടു. മൃദുല അവനെ തന്നെ നോക്കിയിരുന്നു പോയി. അത്രയും പ്രിയപ്പെട്ടവനിൽ നിന്നും കേൾക്കേണ്ടി വന്ന വാക്കുകൾ. വെറുപ്പിൻ്റെ അങ്ങേയറ്റത്തു നിന്നും അവൻ എൻ്റെ മറുപടിക്കായി ഉറ്റുനോക്കുകയാണ്. മൃദുലയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാഴ്ച മറഞ്ഞു. മുന്നിൽ നിൽക്കുന്ന സൂരജിൻ്റെ മുഖം മങ്ങിപ്പോയി. പതിയെ എഴുന്നേറ്റു. തറയിൽ വെച്ചിരിക്കുന്ന ബാഗ് എടുക്കാൻ കുനിയവേ അതുവരെ നിറഞ്ഞു നിന്ന കണ്ണുകൾ തുളുമ്പിപ്പോയി. അവൾ ഇട്ടിരിക്കുന്ന ഷാളിൻ്റെ തലപ്പ് കൊണ്ട് വേഗത്തിൽ കണ്ണുകൾ ഇറക്കിയ തുടച്ചുകൊണ്ട് ബാഗ് തോളിലേക്കിട്ടു. ഞാൻ പോകുന്നു അഞ്ജു, അമ്മയോട് പറഞ്ഞേക്ക്. എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് പിന്തിരിഞ്ഞ് നടക്കുന്നവളുടെ പിന്നാലെ നിമയും ഇറങ്ങി. പോവാൻ നേരം സൂരജിനെ രൂക്ഷമായി ഒന്ന് നോക്കാനും നിമ മറന്നില്ല. സൂരജ് അന്നേരവും മൃദുവിനെ നോക്കി നിൽക്കുകയായിരുന്നു. ഏട്ടൻ ഇത് എന്ത് പണിയാണ് കാണിച്ചേ? അഞ്ജു സൂരജിന് നേരെ ചാടി. അവർ പോയോ? അടുക്കളയിൽ നിന്നും വന്ന പത്മ നിമയെയും മൃദുലയെയും കാണാതെയായപ്പോൾ അഞ്ജുവിനോട് തിരക്കി. ആ, പോയി. ഇനി എന്താ? അവരെ ഇവിടെ പിടിച്ചു കെട്ടിയിടണോ? അഞ്ജു പത്മക്ക് നേരെ ഒച്ചയിട്ടു. നീ എന്താ ചാടി കടിക്കുന്നത്? ഞാൻ ആ കുട്ടികൾ പോയോ എന്നല്ലേ ചോദിച്ചുള്ളൂ. ഇത് നല്ല കഥ. ഒരു വാക്കുപോലും പറയാതെ പോയത് എന്തെന്നാലും.
പത്മ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് അഞ്ജുവിനെ നോക്കി. വെറുതെ അങ്ങോട്ട് പോയതല്ല, ഈ ഏട്ടൻ അപമാനിച്ച് ഇറക്കി വിട്ടതാ. അഞ്ജു ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് സൂരജിനെ നോക്കി. പത്മ അഞ്ജുവിൽ നിന്നും നോട്ടം മാറ്റി സൂരജിനെ നോക്കി. അവനൊന്നും മിണ്ടിയതേയില്ല. അച്ചു എന്ത് ചെയ്തെന്നാ? പത്മ അതിശയിച്ചു. ഈ അച്ചുവേട്ടൻ മൃദുവിനോട് അവളുടെ സ്വന്തം വീട്ടുകാരെ പറ്റി തന്നെ മോശം പറഞ്ഞേക്കുക. പാവം, അതിന് നല്ല സങ്കടമായി കാണും. അവൾക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാനറിയില്ല. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കണ്ണു നിറച്ച് മിണ്ടാതിരിക്കുവത്. അതിനെയാണ് വെറുതെ സങ്കടപ്പെട്ട് വിട്ടേക്കുന്നത്. അഞ്ജു പറയുന്നതിനൊപ്പം കരയുന്നുമുണ്ടായിരുന്നു. അച്ചു, നീ എന്താ പെങ്കൊച്ചിനോട് പറഞ്ഞത്? പത്മ അവനെ നെറ്റി ചൊളിച്ചുകൊണ്ട് നോക്കി. ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മ. പലിശക്ക് കൊടുത്തും നാട്ടിൽ ജാതിപ്പേര് പറഞ്ഞ് വഴക്കും വക്കാണമൊക്കെ ഉണ്ടാക്കി തിന്നുന്നത് ദേഹത്ത് പിടിക്കുമോ എന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ, അവൻ നിസ്സാരമായി പറഞ്ഞുകൊണ്ട് പത്മയെ നോക്കി. പത്മ അതിശയിച്ചു പോയി. ഇന്നേ വരെ ഒരാളെയും വേദനിപ്പിക്കുന്ന രീതിയിൽ സൂരജ് സംസാരിക്കുന്നത് പത്മ കേട്ടിട്ടില്ല. ഇതിപ്പോൾ വീട്ടിൽ കയറി വന്നൊരു കുട്ടിയെ അപമാനിച്ചു വിട്ട പോലെയായി. പത്മ നെറ്റി ചൊളിച്ചുകൊണ്ട് കണ്ണെടുക്കാതെ അവനെ നോക്കി. തെറ്റായിപ്പോയി അല്ലേ അമ്മ? അവൻ പത്മയുടെ നോട്ടത്തിൽ ചൂളിപ്പോയി. നിനക്കെന്തു തോന്നുന്നു സൂരജ്? പത്മക്ക് ദേഷ്യം വന്നു. ഞാൻ വേണമെങ്കിൽ ആ കുട്ടിയോട് ക്ഷമ ചോദിക്കാം. സൂരജ് ഭാവഭേദമൊന്നുമില്ലാതെ പറഞ്ഞു. ആർക്ക് വേണമെങ്കിൽ? എനിക്കോ അഞ്ജുവിനോ? വേണ്ടി നീ മാപ്പ് ചോദിക്കണ്ട. നിനക്ക് വേണമെങ്കിൽ ചോദിക്കാം, അത്ര തന്നെ. അല്ലെങ്കിലും കുടുംബക്കാർ എന്തെങ്കിലും തോന്നിവാസം ചെയ്യുന്നതിന് ആ കുട്ടി എന്ത് പിഴച്ചു? ഈ ചെറുപ്രായത്തിൽ അതിന് അവരെ തടയാൻ പറ്റുമോ? അവർ തുറന്നു പറഞ്ഞു. സൂരജിൻ്റെ മുഖം താഴ്ന്നുപോയി. കണ്ണിൽ മൃദുലയുടെ മുഖം തെളിഞ്ഞു വന്നു. ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ ഉള്ളിൽ ശക്തിപ്പെട്ടു. അഞ്ചു ചവിട്ടിത്തുള്ളി മുറിയിൽ കയറി വാതിലടക്കുന്നത് കൺകോണിൽ കാണാനുണ്ടായിരുന്നു സൂരജിന്. അന്ന് വീട്ടിൽ കണ്ടതിന് ശേഷം തന്നോടുള്ള ആളുടെ സമീപനം അറിഞ്ഞ ശേഷം ആളുടെ കൺവെട്ടത്ത് പോവാൻ തന്നെ ഒരു തരം ഭയമായിരുന്നു. മനസ്സിലാണെങ്കിൽ ആളോടുള്ള കുന്നോളം സ്നേഹം അതിങ്ങനെ കരയെ പുൽകാൻ കുതിക്കുന്ന തിരയെ പോലെ കുതിച്ചുയരുന്നു. അത് ആള് കണ്ടുപിടിച്ചാലോ എന്നുള്ള ഭയം. അല്ലെങ്കിൽ തന്നെ ആൾക്കെന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അതിനും കൂടെ ഞാൻ അയാളെ പ്രേമിക്കുന്നു എന്നുകൂടെ അറിഞ്ഞാൽ പിന്നെ തീർന്നു. ഇടയ്ക്കിടയ്ക്ക് നിമ കളിയാക്കും. അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ, സൂരജ് ചേട്ടനെ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം സൂരജ് ചേട്ടൻ പറഞ്ഞതിനെല്ലാം അഞ്ജു എന്നോട് വന്ന് മാപ്പ് പറഞ്ഞു. ഞാൻ സാരമില്ല എന്ന് എത്ര പറഞ്ഞിട്ടും അഞ്ജുവിൻ്റെ തലയിൽ അതൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. അവളുടെ വീട്ടിൽ അതിഥിയായി കയറി വന്ന ആളെ, അതും അവളുടെ ഒറ്റ സുഹൃത്തിനെ അപമാനിച്ചു വിട്ടതിന് അവൾ സ്വന്തം ചേട്ടനോട് മൗനവ്രതം പ്രഖ്യാപിച്ചു എന്ന് പോലും. പതിവ് പോലെ ക്ലാസ് വിട്ടു വരുന്ന ഒരു ദിവസമായിരുന്നു അന്ന് അഞ്ജുവും നിമയും ഉണ്ടായിരുന്നില്ല. സാധാരണ ഈ സമയത്ത് മൂന്നാളും കൂടെ ചൂടുപിടിച്ച ചർച്ചകളിലായിരിക്കും. മൂന്നാളും വായടച്ചു വെക്കാറേയില്ല. അവരില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ മൃദുവിന് വലിയ താല്പര്യമൊന്നുമില്ല. ക്ലാസ്സിൽ എത്ര അധികം പേരുണ്ടായിട്ടും കാര്യമില്ല. നിമയും അഞ്ജുവും ഇല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ശോകമാണ് മൃദുവിന്. ഓരോന്നാലോചിച്ച് പാടവരമ്പിലൂടെ നടക്കുമ്പോഴാണ് എതിരെ വരുന്ന വിക്രമനിൽ കണ്ണുടക്കുന്നത്. വിക്രമൻ്റെ ആ വരവ് കണ്ടാൽ തന്നെ മൃദുവിന് മനസ്സിലായി ആൾ സ്വബോധത്തിലല്ലെന്ന്. 5 വർഷമായി വിക്രമൻ ഇതുപോലെ മാനസിക പ്രശ്നങ്ങൾ കൂടിയിട്ട്. സാധാരണഗതിയിൽ വീട്ടിൽ അടച്ചിടൽ പതിവാണെങ്കിലും ഇടയ്ക്ക് വിക്രമൻ ഇതുപോലെ വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് പുറത്തു ചാടും. ഇടയ്ക്ക് ആൾക്ക് അസുഖം ഇത്തിരി കൂടുതലാണ്. അന്നേരം കണ്ണിൽ കാണുന്നവരെ എല്ലാം ഉപദ്രവിക്കും. മൃദുവിൻ്റെ നെഞ്ച് ആ ഒരു ഓർമ്മയിൽ മിടിച്ചുപോയി. താൻ ഇനി എന്തു ചെയ്യും എന്നൊരു ചോദ്യം മൃദുവിൻ്റെ മുന്നിൽ വന്ന് ചോദ്യചിഹ്നം തീർത്തു. ഒരു നിമിഷം വിക്രമൻ്റെ കണ്ണുകൾ മൃദുവിൻ്റെ മേൽ തറഞ്ഞു നിന്നു. വിക്രമൻ്റെ മുഖത്ത് ഗൂഢമായൊരു സന്തോഷം വിരിയുന്നത് കണ്ടപ്പോൾ നെഞ്ചിൽ വെള്ളിടി വെട്ടി. മൃദു തടഞ്ഞു നിന്നുപോയി. അയാൾ തനിക്ക് നേരെ വേഗത്തിൽ ഓടിയെടുത്തു. മൃദുവിൻ്റെ ഉള്ളങ്കാൽ പോലും മരവിച്ചുപോയി. ഒരടി അനങ്ങാൻ കഴിയാതെ മൃദു ആ നിൽപ്പ് നിന്നുപോയി. മൃദു കണ്ണുകൾ അടച്ചുകൊണ്ട് ഉറക്കെ അലറി. 1-2 നിമിഷം കഴിഞ്ഞതും മുന്നിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. ആ നിൽക്കുന്ന ആളുടെ ശ്വാസം പോലും അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. പേടിച്ച് മൃദു കണ്ണുകൾ തുറന്ന്. അന്നേരം മൃദുവിൻ്റെ നിലച്ചുപോയ ഹൃദയമിടിപ്പ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. തന്നെ മൂടുന്ന ചെമ്പകഗന്ധം, മുന്നിൽ നിൽക്കുന്ന സൂരജ്. മൃദു പതിയെ തല വെട്ടിച്ചൊന്ന് നോക്കവേ വിക്രമൻ വേറെ ഏതോ ദിശയിലേക്ക് ഓടിത്തുടങ്ങിയിരുന്നു. അല്ലെങ്കിലും കൂടെ ആണുങ്ങൾ ഉണ്ടാവുമ്പോൾ വിക്രമൻ പൊതുവെ ഉപദ്രവിക്കാറില്ല. മൃദു പിന്നെയും തല വെട്ടിച്ചുകൊണ്ട് സൂരജിനെ പതിയെ നോക്കി. സൂരജ് തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണെന്ന് കാണെ മൃദുവിന് വല്ലാത്തൊരു പിടച്ചിൽ തോന്നി. എനിക്ക് പോകണം, മൃദു പതിയെ അവനോട് പറഞ്ഞു. സൂരജ് ഒന്നും മിണ്ടാതെ ആ വഴി മാറിക്കൊടുത്തു. എന്തോ മൃദുവിന് സങ്കടം വന്നുപോയി. എനിക്ക് എന്തോരം ഇഷ്ടമാണെന്നറിയാമോ? എന്നിട്ട് എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? എന്നോടൊന്ന് ചിരിക്കുകയെങ്കിലും ചെയ്തുകൂടെ?
അവൾ പിറുപിറുത്തുകൊണ്ട് പതിയെ നടന്നു. അല്പനേരം കൂടി നടന്നപ്പോൾ പിന്നിലുള്ള ആൾ തനിക്കരികിൽ നിന്ന് പോയിട്ടില്ല എന്ന് മൃദുവിന് മനസ്സിലായത്. തൻ്റെ കാൽപാദങ്ങൾക്ക് 2 അടി അപ്പുറം അവനും നടന്നു വരുന്നുണ്ട് എന്ന തോന്നലിൽ അവളിൽ പിന്നെയും പരവേശം നിറഞ്ഞു. നടന്ന് സൂരജിൻ്റെ വീടെത്തിയപ്പോൾ ആൾ വെട്ടിത്തിരിഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോയി. തിരിഞ്ഞു നോക്കി സൂരജിനോട് യാത്ര പറയാൻ ഒരുങ്ങി നിന്നിരുന്ന മൃദുവിൻ്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ ഒന്ന് നിറഞ്ഞു. സൂരജ് തന്നോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് അവൾ കരുതിയിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കും എന്നെങ്കിലും കരുതിയിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ആ നിഴൽവട്ടത്ത് പോലും പോകാത്തത് ആൾക്ക് താൻ കാരണം ഒരു ശല്യം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടായിരുന്നു. ചിലപ്പോൾ കാണാതെ വരുമ്പോൾ തന്നെ അന്വേഷിക്കുമെന്നും മൃദു സങ്കല്പിച്ചെടുത്തിരുന്നു. അപ്പോൾ തന്നെ ഒട്ടും ഇഷ്ടമല്ലായിരിക്കുമോ? മൃദു ഉള്ളിൽ ചിന്തിച്ചു പോയി. അതുകൊണ്ടായിരിക്കുമോ ഒട്ടും എന്നെ പരിഗണിക്കാത്തത്? അവളുടെ ഹൃദയം വല്ലാതെ നൊന്തുപോയി. ഊൺമേശയിൽ 3 കസേരകളിലായി ഇരിക്കുകയാണ് സൂരജും പത്മയും മഞ്ജുവും. ഇടയ്ക്കിടയ്ക്ക് സൂരജ് അഞ്ജുവിനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട്. മുഖമുയർത്തി നോക്കാതെ തന്നെ അഞ്ജു അത് അറിയുന്നുമുണ്ട്. ഉറ്റ കൂട്ടുകാരിയെ ഏട്ടൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് അന്നു മുതൽ തുടങ്ങിയതാണ് അവളുടെ ഈ ശീതസമരം. അതിനുശേഷം നല്ലതുപോലെ മിണ്ടിയിട്ടും കൂടെയില്ല എന്ന് സൂരജ് ഓർത്തു. താൻ നോക്കുമ്പോഴൊക്കെ തന്നോടുള്ള ദേഷ്യം അവൾ കഴിക്കുന്ന ആഹാരത്തോട് തീർക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ വാരിയുള്ള കഴിപ്പ് കണ്ടിട്ട് സൂരജിന് ചിരിയും വരുന്നുണ്ടായിരുന്നു. അമ്മ, ആ വിക്രമനില്ലേ, ആൾക്ക് അല്പം അസുഖം കൂടിയെന്ന് തോന്നുന്നു. സൂരജ് അഞ്ജുവിനെ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു. ആണോ? എന്നിട്ട്? പത്മ കഴിക്കൽ നിർത്തി അവനെ തന്നെ നോക്കി. ആ അതെ അമ്മ, ആൾക്കിത്തിരി അക്രമ സ്വഭാവം കൂടി വന്നിട്ടുണ്ട്. വീട്ടുകാരുടെ കണ്ണ് തെറ്റിയ ആൾ ഓടിക്കളയും. ഇന്ന് നമ്മുടെ ഇടവഴിയിൽ വെച്ച് ഞാൻ ആളിനെ കണ്ടു. കൂടെ ദേ ഇവളുടെ കൂട്ടുകാരിയില്ലേ മൃദുല, അവളും ഉണ്ടായിരുന്നു. ആ പെണ്ണിനെ അയാൾ ഉപദ്രവിക്കാൻ വരികയായിരുന്നു. സൂരജ് പറഞ്ഞു നിർത്തിയപ്പോൾ അഞ്ജു വായിലേക്ക് വെക്കാൻ ആഞ്ഞ ചോറുരുള്ള തിരിച്ച് പ്ലേറ്റിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് സൂരജിനെ തന്നെ ഉറ്റുനോക്കി. അയ്യോ, എന്നിട്ടോ? ആ കുട്ടിയെ വിക്രമ ഉപദ്രവിച്ചോ? പത്മ പൊടുന്നനെ ചോദിച്ചു. അഞ്ജു ഉമിനീർ വിലങ്ങിയിരുന്നു പോയി. ഇല്ലമ്മ, ഒന്നും പറ്റിയില്ല. അപ്പോഴേക്കും ഞാൻ കണ്ടു. കൂടെ ആണുങ്ങളുണ്ടെങ്കിൽ വിക്രമം പൊതുവെ ഉപദ്രവിക്കാറില്ല. ആ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ പേടിച്ചിട്ടുണ്ട്. ഓടാനും പറ്റാതെ കണ്ണടച്ചൊരു നിൽപ്പായിരുന്നു. ഓ, നീ ഉണ്ടായത് നന്നായി. ആ കുട്ടി ആകെ പേടിച്ച് കാണും, പത്മ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. എന്നാലും ഉള്ളത് പറയാലോ അമ്മ, ആ പെണ്ണിന് അവളുടെ വീട്ടുകാരുടെ ഏറെക്കുറെ സ്വഭാവം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉള്ളതുകൊണ്ട് മാത്രം വിക്രമൻ അവളെ ഉപദ്രവിക്കാതെ പോയത്. എന്നിട്ടൊരു നന്ദി വാക്ക് പോലും ആ പെൺകുട്ടി എന്നോട് പറഞ്ഞില്ല. എല്ലാം പോട്ടെ, എല്ലാം കഴിഞ്ഞ് അവൾ എന്നോടൊരു പറച്ചിലും മുന്നിൽ നിന്നും മാറി നിൽക്കുക എന്ന്. ഒന്നുമില്ലെങ്കിലും ഒരു നന്ദിയെങ്കിലും പറഞ്ഞൂടെ? അതൊക്കെ ഒരു മര്യാദയല്ലേ? അതെങ്ങനെ? ആ പെൺകുട്ടി വളർന്ന സാഹചര്യം അങ്ങനെ തന്നെയല്ലേ? ഇവിടെ ഒരുത്തി എത്ര ദിവസമായി അമ്മ എന്നോടൊന്നും മിണ്ടിയിട്ട്. അതും ഞാൻ ആ പെണ്ണിനോട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇവൾ ആ മൃദുലയോട് കൂട്ടുകൂടുന്നത് പോലും സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അന്ന് ഞാൻ അതിനോട് അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ കുറ്റബോധമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ പെൺകുട്ടിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് തോന്നി അന്ന് പറഞ്ഞതൊക്കെ കണക്കായിപ്പോയി എന്ന്. സൂരജ് പതിയെ കഴിക്കൽ നിർത്തിക്കൊണ്ട് എഴുന്നേറ്റു. നീ പറയുന്നത് പോലെ അത്ര മോശമൊന്നുമല്ല പെൺകുട്ടി. അതൊരു സാധുവാണ്. അതിന് പൊതുവെ ഇവിടെ വന്നാൽ തന്നെ ഒരു വെപ്രാളമാണ്. നീയുള്ള ദിവസമാണെങ്കിൽ അതിൻ്റെ വെപ്രാളം കൂടും. അത് ആ ടെൻഷനിൽ എന്തെങ്കിലും പറഞ്ഞു പോയതായിരിക്കും. പത്മ സൂരജിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് ശരി, ഇപ്പോൾ ഞാൻ പുറത്തായോ? ആ പെണ്ണിൻ്റെ ഏട്ടൻ ഒരു സാധുവാണ്. പക്ഷെ ദോഷം പറയരുതല്ലോ. അതിനും കൂടെയുള്ള അഹങ്കാരം കൂടെ ഈ പെണ്ണിന് ദൈവം കണ്ടറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പെണ്ണിൻ്റെ നോട്ടവും ഭാവവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏതോ കോലോത്തെ തമ്പുരാട്ടി എന്ന വിചാരം. സൂരജ് അനിഷ്ടത്തോടെ മുഖം വെട്ടിച്ച് കളഞ്ഞു. ഏട്ടനും മൃദുവിനെ ഇഷ്ടമല്ലെങ്കിൽ അവളെ നോക്കാൻ പോവണ്ട. ഒരാൾ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നതിനും അതിരില്ലേ? എൻ്റെ ഫ്രണ്ടല്ലേ, ഞാൻ സഹിച്ചോളാം. അഞ്ജു കഴിക്കുന്ന പ്ലേറ്റ് മുന്നിലേക്ക് നിരക്കി നീക്കിക്കൊണ്ട് ഇരുന്നിരുന്ന കസേരയും തട്ടി നീക്കിക്കൊണ്ട് മുറിയിലേക്ക്. എന്തിനാ അച്ചു അഞ്ജുവിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അവൾക്കാണെങ്കിൽ ആ മൃദുല എന്ന് പറയുന്ന കുട്ടിയെ ജീവനാണ്. പത്മ കണ്ണുരുട്ടിക്കൊണ്ട് സൂരജിനെ നോക്കി. ഇനി അമ്മ കൂടെ അവളുടെ ഭാഗം ചേർന്നോ? അഞ്ജുവിൻ്റെ പിണക്കെല്ലാം ഞാൻ മാറ്റിക്കോളാം. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. സൂരജ് കണ്ണ് രണ്ടും ചിമ്മി ചിരിച്ചുകൊണ്ട് അഞ്ജുവിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. ടേബിളിൽ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പത്മ അടുക്കളയിലേക്കും. മുറിയുടെ കതക് തുറന്ന പാടെ കണ്ടു തലവഴി പുതപ്പിട്ട് കിടക്കുന്ന അഞ്ജുവിനെ. സൂരജിന് ആ കിടത്തം കാണെ ചിരി വന്നുപോയി. താൻ ആശ്വസിപ്പിക്കാൻ വരുമെന്ന് അവൾക്കറിയാം. അതാണ് ഇങ്ങനെ മൂടിപ്പുതച്ചുള്ളൊരു കിടത്തം. സൂരജ് ചുണ്ട് കൂട്ടിക്കടിച്ച് ചിരി അടക്കിക്കൊണ്ട് ആ കട്ടിലിലേക്ക് ഇരുന്നു. പതിയെ പുതപ്പ് മാറ്റാൻ നോക്കുമ്പോൾ അവൾ അതിൻ്റെ അറ്റം കൂട്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ശരി, ഏട്ടൻ തോറ്റു തന്നു. ഇനി അഞ്ജുമോള് പറ, ഈ ശീതസമരം അവസാനിപ്പിക്കാൻ ഏട്ടൻ എന്താ ചെയ്യേണ്ടത്? സൂരജ് അവളെ പതിയെ ഒന്ന് തോണ്ടി വിളിച്ചു. പോ അവിടെന്ന്. അഞ്ജു അവളുടെ ചുമൽ വെട്ടിച്ചു. ദേ അഞ്ജു, ഇനി എനിക്ക് സങ്കടം വരും കേട്ടോ. നിനക്ക് വേണ്ടിയല്ലേ ഏട്ടൻ ജീവിക്കുന്നത് പോലും. എന്നിട്ട് നീ ഇപ്പോൾ ഇങ്ങനെ പിണങ്ങി മാറിയിരുന്ന എങ്ങനാ?
സൂരജിൻ്റെ സ്വരം ആർദ്രമായി. അഞ്ജു പതിയെ തലവഴിയുള്ള പുതപ്പ് നീക്കി സൂരജിനെ ഒന്ന് നോക്കി. സൂരജിൻ്റെ മുഖം വാടിയിട്ടുണ്ട്. അഞ്ജു പതിയെ എഴുന്നേറ്റ് അവൻ്റെ തോളിലേക്ക് ചാരി. ഏട്ടാ, പറ. ഇനി എൻ്റെ മൃദുവിനെ ഒന്നും പറയല്ലേ ചേട്ടാ. എനിക്ക് മൃദുവിനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു പക്ഷേ നിമ്മയേക്കാളും. നിമക്ക് എല്ലാത്തിനും സ്വന്തമായ ഒരു അഭിപ്രായമുണ്ട്. ന്യായമുണ്ടെങ്കിൽ ആരുടെ മുഖത്ത് നോക്കിയും കാര്യം പറയാൻ നിമക്ക് ഒട്ടൊരു മടിയില്ല. പക്ഷെ അതുപോലെയല്ല മൃദു. എല്ലാവരും ആ പാവത്തിൻ്റെ തലയിൽ കയറും. വീട്ടുകാർ അങ്ങനെ ആയതിന് ആ പെൺകുട്ടി എന്ത് പിഴച്ചു ചേട്ടാ? മൃദു അവളെ കൊണ്ട് ആവുന്ന വിധം അവളുടെ വീട്ടുകാരെ നേരെയാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അവളെ കൊണ്ടൊന്നും അത് കൂട്ടിയാൽ കൂടത്തില്ല ഏട്ടാ. പറഞ്ഞു വന്നപ്പോഴേക്കും അഞ്ജുവിന് കരച്ചിൽ വന്നിരുന്നു. നീ വെറുതെ കരയാതെ അഞ്ജു. ഇനി ഞാൻ നിൻ്റെ കൂട്ടുകാരി ഒന്നും പറയുന്നില്ല. പോരെ? ഉറപ്പാണോ അച്ചുവേട്ടാ? അഞ്ജു പിന്നെയും ചോദിച്ചു. ഉറപ്പാണ് സൂരജ് അവൾക്ക് വാക്കു കൊടുത്തു. നിൽക്കുമ്പോൾ കണ്ണിന് ചുറ്റും ഒരു തരം ഭാരമായിരുന്നു. ഇന്നലെ മുഴുവൻ കരഞ്ഞതുകൊണ്ടാവാം കൺതടം അത്രയും വീർത്തു വന്നിരുന്നു. പിന്നെയും ഇന്നലെ സൂരജ് തന്ന അവഗണനകൾ ഓർക്കെ ഉള്ളു വല്ലാതെ കിടന്നു പിടയുന്നുണ്ടായിരുന്നു. ആരുമല്ലേ താൻ ആൾക്ക് എന്നൊരു ചിന്ത ഇങ്ങനെ ഉള്ളിലിരുന്ന് കുത്തി നോവിച്ച് രസിക്കുന്നുണ്ടായിരുന്നു. പതിയെ എഴുന്നേറ്റ് കുളിച്ചു. അമ്മ ഉണ്ടാക്കി വെച്ച ദോശയിൽ നിന്നും ഒരെണ്ണം മാത്രം എടുത്ത് കഴിച്ചു. പകുതി കഴിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞതുപോലെ. ബാക്കി കളഞ്ഞ് പാത്രവും കഴുകി വെച്ചിട്ട് ഞാൻ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ കഴിക്കാതെ പോകുന്നതിന് ശകാരിക്കുന്നുണ്ടായിരുന്നു. ഉമ്മറത്ത് പരിചിതമല്ലാത്ത 1-2 മുഖങ്ങളുണ്ടായിരുന്നു. അച്ഛനും പണപ്പെട്ടി തുറന്നു വെച്ച് മുന്നിലിരിപ്പുണ്ട്. ഒന്നല്ലെങ്കിൽ പണം കടം മേടിക്കാൻ വന്നവർ, അതല്ലെങ്കിൽ മേടിച്ച പണത്തിന് പലിശ കൊടുക്കാൻ ഇല്ലാതെ അവധി നീട്ടി കിട്ടാൻ വന്നവർ. സ്ഥിരം കാഴ്ചകൾ. പലിശക്ക് പണം മേടിക്കുമ്പോൾ ചിരിച്ചു നിന്നവർ അത്രയും പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു ഘട്ടം എത്തുമ്പോഴേക്കും ഈ വീട്ടിൽ വന്ന് കരയും. അതുമല്ലെങ്കിൽ ഉറക്കെ ശപിച്ചിട്ട് പോവും. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. പിന്നെ ഏതോ നിമിഷത്തിൽ അത് ശീലമായി തുടങ്ങി. ഇപ്പോൾ എന്ത് കേട്ടാലും ഒരു മരവിപ്പാണ്. അതിനുമപ്പുറം ഒന്നുമില്ല. അച്ഛൻ ഇതൊക്കെ മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുമോ എന്നിടക്ക് മൃദുവിന് ചോദിക്കാൻ തോന്നും. അഞ്ജുവിനെയും നിമയെയും ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് ചെറുതായി തണുത്തു. നിമക്ക് ഇന്നലെ കൂടിയ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളപ്പോൾ അഞ്ജുവിന് പറയാനുള്ളത് സൂരജിനെ കുറിച്ചായിരുന്നു. ഇന്നലെ വിക്രമൻ്റെ അരികിൽ നിന്നും രക്ഷിച്ചതും താൻ ഒന്നും മിണ്ടാതെ പോയതുമൊക്കെ അവളുടെ അച്ചേട്ടൻ വള്ളി പുള്ളി വിടാതെ വീട്ടിൽ വന്ന് പറഞ്ഞെന്നു പോലും. കൂടെ ഒരു നന്ദി പോലും പറയാതെ പോയ എന്നെപ്പറ്റിയും. നിമയെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു നന്ദിയെങ്കിലും പറയാമായിരുന്നു എന്ന് സൂരജേട്ടൻ്റെ ഭാഗം ചേർന്ന് അവളും ശരിവെക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളെ തൊട്ടരികെ വന്നാൽ എനിക്കൊരു വാക്കുപോലും വരില്ല എന്ന് ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? ആളിങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു സുഖമുള്ള ഭയം ശരീരത്താകെ വലിഞ്ഞു മുറുക്കി വെക്കും. നീ ഒരു തൻ്റെടിയും അഹങ്കാരിയും പണത്തിൻ്റെ കൊഴുപ്പിൽ ജീവിക്കുന്നവളും ഒക്കെയാണെന്നാണ് സൂരജേട്ടൻ്റെ കണ്ടുപിടുത്തം എന്ന് അഞ്ജു കളിയായി പറയുന്നുണ്ടായിരുന്നു. അഞ്ജുവും നിമയും മറ്റു പല സംഭാഷണങ്ങളിലേക്ക് വഴിമാറിയിട്ടും എൻ്റെ ഉള്ളിൽ ഒരുവൻ മാത്രമേ ഉണ്ടായുള്ളൂ. കൂടെ ഒരു നന്ദി വാക്കെങ്കിലും പറയാമായിരുന്നു എന്ന കുറ്റബോധവും. ഒരു ദിവസം വൈകുന്നേരം അമ്പലത്തിൽ പോയി മടങ്ങവേ അല്പനേരം വൈകി ഇരുട്ട് വീണിരുന്നു. അമ്മയുടെ വഴക്ക് കേൾക്കണമല്ലോ എന്ന ആദിയോടെ ധൃതിപ്പെട്ട് നടന്നു വരുമ്പോഴാണ് എതിരെ വരുന്ന സൂര്യചേട്ടനെ കണ്ടത്. ആളും എന്നെ കണ്ടെന്നു തോന്നി. ഒരൊറ്റ വട്ടം എന്നിലൂടെ കണ്ണുകൾ തെന്നിമാറി. പിന്നെ ഇഷ്ടപ്പെടാത്തത് എന്തോ കണ്ടെന്ന പോലെ മുഖം വെട്ടിച്ചുകൊണ്ട് മിഴികൾ താഴ്ത്തി ആൾ നടന്നു. അത് കണ്ടപ്പോൾ കുറച്ച് നാളുകൾക്കിപ്പുറം എന്നിൽ വീണ്ടും പരിഭവമേറി. അന്ന് വിക്രമൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചതിന് ഒരു നന്ദി വാക്ക് പറയണോ എന്നൊരു ചിന്ത ഉള്ളോളം വന്നെത്തി. ഒടുവിൽ പറഞ്ഞേക്കാം എന്നൊരു തീരുമാനത്തിൽ തന്നെ എത്തി. അടുത്തെത്തിയതും ആൾ എന്നെ മറികടന്നുകൊണ്ട് ഒന്ന് നോക്കുപോലും ചെയ്യാതെ പോവാനൊരുങ്ങി. പൊടുന്നനെയാണ് ധാവണിയിൽ ചവിട്ടി ഞാൻ ഒന്ന് തെന്നിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെ പിടുത്തം കിട്ടിയത് സൂരജേട്ടൻ്റെ കയ്യിലായിരുന്നു. പെട്ടെന്ന് ഞാൻ ദേഹത്ത് വന്ന് ചാഞ്ഞപ്പോൾ ആൾക്കും ബാലൻസ് കിട്ടിയില്ല. ഒന്ന് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ ആൾ ചെടിയിലേക്ക് തെന്നിയടിച്ചു മലർന്നു വീണു. തൊട്ടുമുകളിലായി ഞാനും. ആളുടെ കൈകൾ എൻ്റെ ഇടുപ്പിൽ മുറുകിയിരുന്നു. എൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടും എന്ന പോലെ മിടിച്ചു. ആളെ ഒന്ന് കണ്ണു തുറന്നു നോക്കാൻ പോലും ധൈര്യമില്ലാത്ത പോലെ ഞാൻ കുഴഞ്ഞു. മടിച്ച് കണ്ണു തുറക്കവേ അവിടെ നിന്നും കത്തുന്ന ഒരു നോട്ടം. കുതറി മാറിക്കൊണ്ട് ആൾ വേഗത്തിൽ എഴുന്നേറ്റു. കൂടെ വെപ്രാളപ്പെട്ട് ഞാനും. ആളുടെ ഡ്രസ്സ് മുഴുവൻ ചെളിയിൽ മുങ്ങിയിരുന്നു. തൊട്ടുമുകളിൽ ആളോട് ചേർന്ന് കിടന്നതുകൊണ്ട് എൻ്റെ ദേഹത്തും അധികം അഴുക്ക് പറ്റിയിരുന്നില്ല. ഒട്ടൊരു പരിഭ്രമത്തോടെ ഞാൻ സൂരജേട്ടനെ തന്നെ നോക്കി. ആ കണ്ണുകളിൽ എന്നെ കാണുമ്പോൾ സദാ ഉണ്ടാവാറുള്ള വെറുപ്പ് രണ്ടിരട്ടി ആയത് കാണെ എൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞുപോയി. പരിഭ്രമത്തോടെ ഉള്ളിൽ കൂടിയ പേടിയോടെ ഞാൻ സൂരജേട്ടൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു മുഴുവനിപ്പിക്കും മുന്നേ ആൾ എൻ്റെ നേർക്ക് ചീറി വീണിരുന്നു. അറിയാതെയോ? നീയോ? മുഖത്ത് കണ്ണില്ലേ നിനക്ക്? സൂരജിന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യമായി ടൗണിൽ പോകാൻ ഇറങ്ങിയതാണ്. അതും ഒരു സ്ഥലക്കച്ചവടത്തിന്. അവർ പറയുന്ന സമയത്ത് വന്നിട്ടില്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ വരുന്ന പാർട്ടി ഇട്ടിട്ട് പോകുമെന്ന് സനൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചതാ. കയ്യിൽ സമയം പിടിച്ച് പോകുന്ന പോക്ക.
ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി കുളിച്ചിട്ട് പോകുമ്പോഴേക്കും അവിടെ എത്തേണ്ടിടത്ത് എത്തിക്കാണും. ചെറിയ കച്ചവടമാണെങ്കിലും കുറഞ്ഞതൊരു 20 രൂപയെങ്കിലും എങ്ങനെയെങ്കിലും മേടിച്ച് തരാമെന്ന് സനൽ ഏറ്റതാ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. സൂരജ് മുന്നിൽ നിൽക്കുന്നവളെ പല്ലി ഞെരിച്ച് പിടിച്ചുകൊണ്ടൊന്ന് നോക്കി. വല്ല ചെറുക്കന്മാരുമാണെങ്കിൽ രണ്ടെണ്ണം കരണം നോക്കി അങ്ങ് പൊട്ടിക്കാമായിരുന്നു. ഇതിപ്പോൾ അതിനു പറ്റുമോ? സൂരജ് ആത്മനിയന്ത്രണത്തിൻ്റെ അവസാനത്തെ പടിയിൽ ചവിട്ടി നിന്നുകൊണ്ട് കിതച്ചു. സത്യമായിട്ടും പാവാട് ചവിട്ടി തെന്നിയതാ. അവൾക്ക് സൂരജിൻ്റെ മുഖം കാണി ചുണ്ടുകൾ വിറച്ചു. ശബ്ദം നേർത്തുപോയി. 10-20 രൂപ തടയുന്നൊരു കച്ചവടമാണ് നിൻ്റെ ഈ ശ്രദ്ധയില്ലായ്മയിൽ എനിക്ക് നഷ്ടം. നിങ്ങൾക്ക് ഇതൊന്നും വലിയ കാര്യമല്ലായിരിക്കും. രൂപ ഒന്നിന് നിങ്ങൾ ഈടാക്കുന്ന പലിശ എത്രയാണെന്ന് നാടൊട്ടാകെ അറിയാം. നമ്മൾക്ക് അങ്ങനെ വളഞ്ഞ വഴിയൊന്നും അറിയില്ല പണം ഉണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടാക്കി പണം തിന്നാൽ ദഹിക്കത്തുമില്ല. സൂരജിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ചിന്നി ചിതറി പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ ഒട്ടാകെ അവളുടെ മേൽ തടഞ്ഞു കയറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തൊണ്ടയിൽ ശബ്ദം കുരുങ്ങിപ്പോയി. ഇനി എന്ത് പറയണമെന്ന് പോലും അറിയാതെ മൃദു കുഴഞ്ഞുപോയി. അറിയാതെ ഉണ്ടായ ഒരു അബദ്ധത്തിന് അവൾ കുറ്റവാളിയെ പോലെ മുഖം കുനിച്ച് നിന്നുപോയി. ഷേ, എവിടെ നിന്ന് ഇതിനു മാത്രം പൂങ്കണ്ണീര്? സൂരജ് മൃദുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ നോക്കിക്കൊണ്ട് വെറുപ്പോടെ മുഖം വെട്ടിച്ച് കളഞ്ഞു. താൻ ഇങ്ങനെ കിടന്ന് കരഞ്ഞ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുമോ? കണ്ണു തുടക്ക്. സൂരജ് ചുറ്റും നോക്കിക്കൊണ്ട് മൃദുവിൻ്റെ നേരെ ചീറി. അവനിൽ ആദ്യമുണ്ടായിരുന്ന ദേഷ്യം ചെറിയൊരു പരിഭ്രമത്തിലേക്ക് വഴിമാറിയിരുന്നു. പ്രായം തികഞ്ഞ പെങ്കൊച്ച, അത് നിന്ന് കരയുന്നുമുണ്ട്. ആരേലും ഇങ്ങനെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടാൽ എന്തേലും പറഞ്ഞുണ്ടാക്കും. സൂരജ് ഒന്നുകൂടെ കരച്ചിൽ നിർത്താൻ പറഞ്ഞുകൊണ്ട് ഒച്ചയെടുത്തപ്പോൾ മൃദു വിറച്ചുകൊണ്ട് 2 അടി മാറി നിന്നു. മനുഷ്യൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നേ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് വന്ന് ചാടിയാൽ തീർന്നല്ലോ. പിറുപിറുത്തുകൊണ്ട് ആൾ വെട്ടിത്തിരിഞ്ഞുപോയി. ചളിയും തട്ടിയെറിഞ്ഞ് മുണ്ടും മടക്കി ഉടുത്തു പോകുന്നവനെ നോക്കി മൃദു ഏറെ നേരം ആ നിൽപ്പ് നിന്നു. വീടെത്തിയതും ഓടിപ്പോയി മുറി അടച്ചുകൊണ്ട് കട്ടിലിലേക്ക് വീണുപോയി. എത്രയോ നേരം പൊട്ടിക്കരഞ്ഞു. ഉള്ളിൽ ഇങ്ങനെ സങ്കടം പെരുകി കുന്നോളം കൂടി വന്നു. എന്തിനാ എന്നെ ഇങ്ങനെ വെറുക്കുന്നേ? ഞാൻ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? എന്നിട്ട് എന്താ എന്നെ ഇങ്ങനെ ശത്രുവിനെ പോലെ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഉറക്കെ തേങ്ങി തേങ്ങി കരഞ്ഞുപോയി. ഉള്ളിലൊരു കടലിരമ്പി. അത്രമേൽ പ്രിയപ്പെട്ടവന് താൻ ഒന്നുമല്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ മനസ്സ് വിസമ്മതിച്ചു കൊണ്ടിരുന്നു. തലയിണ കണ്ണുനീരിനാൽ കുതിർന്നു ഏറെ നേരം. കരഞ്ഞി കരഞ്ഞ് ഏതൊരു നിമിഷം ഉറക്കത്തിലേക്ക് വഴുതി വീണുപോയി. ലക്ഷ്മിയേട്ടത്തിയാണ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത്. സന്ധ്യയ്ക്ക് ഇങ്ങനെ ഉറങ്ങാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് ശകാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഏട്ടത്തി എൻ്റെ മുഖം ശ്രദ്ധിച്ചതെന്ന് തോന്നി. എൻ്റെ സങ്കടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ഏട്ടത്തി ചോദിച്ച മാത്രയിൽ കണ്ണുനീർ ഉറവകൾ പിന്നെയും ശക്തമായി കുതിച്ചൊഴുകി. ഏട്ടത്തിയെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. ഏട്ടൻ അച്ഛൻ്റെ ദുർനടപ്പും എൻ്റെ ചട്ടപ്പിത്തരവും എല്ലാം കണ്ട് മനമെടുത്താണ് ദുബായിലേക്ക് പോയത്. തരക്കേടില്ലാത്ത ശമ്പളം എന്ന് മാത്രം പറയാം. അവിടെ മെച്ചമില്ലാതെ ആയപ്പോൾ തിരികെ ബാംഗ്ലൂരിലേക്ക്. ഇപ്പോൾ അവിടെ തന്നെയാണ് ജോലി. കൂട്ടിന് നല്ല സുഹൃത്തുക്കൾ ഉള്ളതാണ് ഏക ആശ്വാസം എന്ന് ഏട്ടൻ പറയും. ഏട്ടത്തിയെ വിവാഹം ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവിടത്തോട് അടുത്ത് നിൽക്കുന്ന സാമ്പത്തിക സ്ഥിതി തന്നെയായിരുന്നു ഏട്ടത്തിയോടെയും. പക്ഷേ വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയും മുമ്പേ ഏട്ടത്തിയുടെ അച്ഛൻ്റെ ബിസിനസ്സെല്ലാം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. അതിനുശേഷം കാശുള്ള വീട്ടിലെ മരുമകൾ എന്ന് നാട്ടുകാർ പറയുമെങ്കിലും കാശുള്ള വീട്ടിലെ അടുക്കളക്കാരി എന്നതായിരുന്നു ഏട്ടത്തിയുടെ വേഷം. അമ്മയേക്കാൾ ഒരുപക്ഷെ ഏട്ടത്തി എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം സൂരജ് ഏട്ടനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ആദ്യം ഏട്ടത്തിയോട് പറഞ്ഞത്. ഏട്ടത്തിക്ക് പക്ഷേ ഭയമായിരുന്നു. അച്ഛനെ, അമ്മയെ, എല്ലാവരുടെ ഇടയിലും മോൾ ഒറ്റപ്പെട്ടു പോകുമെന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും ചൂണ്ടിക്കാണിച്ചു തന്നു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ ഏട്ടത്തിക്ക് മനസ്സിലായിരുന്നു പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ എനിക്ക് വന്ന കേവലം ഒരു തോന്നലല്ല എൻ്റെ പ്രണയമെന്ന്. സൂരജ് ഏട്ടനോടുള്ള പരിഭവം അത്രയും ലക്ഷ്മി ഏട്ടത്തിയോട് പറഞ്ഞു തീർത്തപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി. എൻ്റെ പൊന്നു മൃദു, സൂരജിന് നിന്നോട് പ്രത്യേകിച്ച് ഒരു വെറുപ്പും കാണില്ല. നീ തന്നെ പറഞ്ഞല്ലോ എന്തോ കാശിൻ്റെ ഇടപാടിന് പോകുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അപ്പോൾ അതിൻ്റെ ദേഷ്യം തീർത്തതാവും. അതിപ്പോൾ നിൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ അവൻ പെരുമാറും. അല്ലാതെ നിന്നോട് മാത്രം പ്രത്യേകിച്ചൊരു വിദ്വേഷവും കാണില്ല. ഏട്ടത്തി ഏറെ നേരം എടുത്തു എൻ്റെ കരച്ചിലൊന്ന് അടക്കാൻ. ദേ, നീ ഇങ്ങോട്ട് വന്നേ. ഭക്ഷണം കഴിച്ചു മര്യാദക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഏട്ടനെ വിളിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ. ചെറിയൊരു ചിരിയോടെ ഏട്ടത്തി കളിയാക്കി. ഞാൻ വന്നേക്കാം. ഏട്ടത്തിയെ നോക്കിക്കൊണ്ട് ഞാൻ കണ്ണു തുടച്ചു. ഉറപ്പല്ലേ? ഏട്ടത്തി നെറ്റി ചൊളിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. ആ, ഇപ്പോൾ വരാം. മൃദു കണ്ണു തുടച്ചുകൊണ്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. ഏറെ നേരം കരഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. മനസ്സും ഒന്ന് ശാന്തമായിരുന്നു. പക്ഷെ അന്നേരവും ഉള്ളിൽ തികട്ടി വന്നത് ഒരു ചോദ്യമാണ്. ആൾക്ക് ഞാൻ കാരണം നടക്കാതെ പോയ എന്തോ ഒരു കാര്യം കൊണ്ടല്ലേ ഇത്രയും ദേഷ്യം വന്നത്? അപ്പോൾ നഷ്ടം വന്ന പണം ഞാൻ സൂരജേട്ടന് കൊടുത്താൽ ആൾക്ക് എന്നെ ഇഷ്ടമാവുമോ? അതുമാത്രം തിരിച്ചും മറിച്ചും അവൾ ആലോചിച്ചു കൊണ്ടേയിരുന്നു. പക്ഷെ അവളുടെ അപ്പോഴത്തെ ചിന്ത സൂരജിനും അവൾക്കും ഇടയിലുള്ള അകലം കൂട്ടുമെന്ന് അവൾ അറിയാതെ പോയി. പിറ്റേന്ന് പനിയാണെന്ന് കള്ളം പറഞ്ഞ് മനഃപൂർവ്വം മൃദു സ്കൂളിൽ പോവാതിരുന്നു.
ഉള്ളിൽ അപ്പോൾ ഉണ്ടായിരുന്ന ചിന്ത അത്രയും എങ്ങനെയെങ്കിലും സൂര്യചേട്ടനെ കാണണം എന്ന് മാത്രമായിരുന്നു. വൈകുന്നേരം വീടിന് വെളിയിൽ ഇറങ്ങാൻ പുറപ്പെട്ടപ്പോഴേ അമ്മ ചീത്ത വിളിക്കു തുടങ്ങിയിരുന്നു. മനഃപൂർവ്വം സ്കൂൾ മുടക്കി വീട്ടിൽ മടിച്ചിരുന്നു എന്നത് തന്നെയായിരുന്നു ചീത്തവിളിയുടെ ഉള്ളടക്കം. അതൊന്നും ചെവിയിൽ കയറുന്നുണ്ടായിരുന്നില്ല. സൂരജ് ആ ഒരു മുഖം മാത്രമായിരുന്നു ഉള്ളു നിറയെ. കുറേ സമയം അഞ്ജുവിൻ്റെ വീടിൻ്റെ അരികിൽ വട്ടം ചുറ്റി നിന്നു. ആളുടെ ബൈക്ക് അവിടെ തന്നെയുണ്ട്. പുറത്തെങ്ങും പോയിട്ട് ഉണ്ടാവില്ല എന്ന് മനസ്സ് പറയുന്നു. അഞ്ജു വരുന്നതിന് മുന്നേ ഒന്ന് കാണാൻ പറ്റിയാൽ മതിയെന്നായിരുന്നു അന്നേരം പ്രാർത്ഥിച്ചത്. ഒരുങ്ങിക്കെട്ടി ഇറങ്ങിക്കോളും ഓരോന്ന് മനുഷ്യൻ്റെ ദിവസം നശിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് മനുഷ്യൻ്റെ ദിവസം നശിപ്പിക്കാനായിട്ട് സൂരജ് പിറുപിറുത്തുകൊണ്ടാണ് തിരികെ വീട്ടിലേക്ക് കയറിയത്. ഓരോന്ന് പറഞ്ഞു തെക്കും വടക്കും നടക്കുന്ന സൂരജിനെ കണ്ടുകൊണ്ടാണ് പത്മ അടുക്കളയിൽ നിന്ന് വന്നത്. ആരെയോ കാണാനാണെന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഇത്ര എളുപ്പം തിരികെ വന്നോ? പത്മ സാരി തലപ്പിൽ കയ്യിലെ വെള്ളം ഒപ്പിക്കൊണ്ട് ചോദിച്ചു. എന്തേ, ഇനി ഞാൻ ഇറങ്ങിപ്പോണോ? സൂരജ് അമർഷത്തോടെ ചോദിച്ചു. നിനക്കിതെന്ത് പറ്റി? പൂമ്പ് ചിരിച്ചു കളിച്ചു പോയ ചെറുക്കനാണല്ലോ. പത്മ സൂരജിൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അതിശയിച്ചു പോയി. ഞാൻ പോകുന്ന വഴിക്ക് ഒരു ശകുനം മുടക്കിയെ കണ്ടു. അതോടെ തിരികെ ഇങ്ങോട്ട് തന്നെ പോന്നു. ശകുനം മുടക്കിയോ? പത്മ നെറ്റി ചൊളിച്ചു. അമ്മക്കിപ്പോൾ എന്തൊക്കെ അറിയണം? ഇതെന്തൊരു കഷ്ടമാണ്. ചവിട്ടിത്തുള്ളി സൂരജ് മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. ഇവനിതെന്തു പറ്റി എന്നൊരു ഭാവത്തിൽ പത്മ അതിശയിച്ച് നിന്നുപോയി. മുറിയിൽ കയറിയ സൂരജ് വിരികു പായുന്ന പോലെ മുറിക്കുള്ളിൽ കിടന്ന് പാഞ്ഞു തുടങ്ങി. മൃദുവിൻ്റെ നിറഞ്ഞു തൂകിയ മിഴികൾ ഓർക്കവേ ഉള്ളിലേക്ക് ഇരമ്പിയെത്തുന്ന കുറ്റബോധം അവൻ തല കുടഞ്ഞുകൊണ്ട് തട്ടി തെറിപ്പിച്ചു. കുറച്ച് ദിവസങ്ങളായി തന്നെ കാണുമ്പോൾ അവളുടെ കണ്ണിൽ വിരിയുന്ന നാണത്തിൻ്റെ അലകൾ സൂരജിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയിട്ട്. ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് സൂരജിൻ്റെ സംശയം ഇരട്ടിക്കാവുന്ന പല കാര്യങ്ങളും ഉണ്ടായി. സദാ തന്നെ തേടി വരുന്ന മൃദുവിൻ്റെ കണ്ണുകൾ, തന്നെ കാണുമ്പോൾ ചുവന്നു വരുന്ന കവിൾത്തടങ്ങൾ, എല്ലാത്തിനും ഉപരി എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി വീട്ടിലേക്ക് വരുന്ന നോട്ടം അത്രയും തന്നെ ചുറ്റിപ്പറ്റിയായിരിക്കും. ആദ്യമൊക്കെ പെൺകുട്ടികൾക്ക് കൗമാരത്തിൽ തോന്നുന്ന ഒരു അട്രാക്ഷനായി കണക്കാക്കിയെങ്കിൽ പിന്നീട് പലപ്പോഴും തനിക്കതൊരു അസ്വസ്ഥതയായി മാറുകയായിരുന്നു. അതിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് പുറത്തു ചാടിയത്. വീട്ടിൽ പണവും പ്രസക്തിയുമായി അല്ലലില്ലാതെ ജീവിക്കുന്ന അവളെപ്പോലൊരു പെൺകുട്ടിക്ക് ഒരിക്കലും വിദ്യാഭ്യാസത്തിൻ്റെ വില അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെറുപ്പത്തിൽ ഇത്തരം ചിന്തകൾക്ക് പിന്നാലെ ഓടുന്നത്. സൂരജിൻ്റെ മനസ്സിൽ അന്നേരം മൃദുവിനുള്ള വില വളരെ ചെറുതാവുകയായിരുന്നു. പണക്കൊഴുപ്പിൽ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം സൂക്കേട്. അങ്ങനെയായിരുന്നു മൃദുവിൻ്റെ ഇഷ്ടത്തെ സൂരജ് കണക്കാക്കിയിരുന്നത് പോലും. സൂരജിൻ്റെ മുൻധാരണ മൃദുവിൻ്റെ കലർപ്പില്ലാത്ത പ്രണയത്തിൻ്റെ പവിത്രത കാർന്നു തിന്നു തുടങ്ങിയിരുന്നു. വീട്ടിലെത്തിയ മൃദുവിൻ്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. താൻ പറയാതെ കൊണ്ട് നടന്ന ഒരു ഇഷ്ടം തൻ്റെ ഹൃദയം സൂരജിന് എന്നോ ഒറ്റിക്കൊടുത്തിട്ടുണ്ടെന്ന് മൃദുവിന് മനസ്സിലായിരുന്നു. പക്ഷേ സൂരജിനോടുള്ള തൻ്റെ പ്രണയം അവൻ എടുത്ത രീതി ആലോചിക്കവേ അവളുടെ തൊലി ഉരിയുന്ന പോലെ തോന്നി മൃദുവിന്. മൃദുവിനെ കാണാതെ അന്വേഷിച്ച് മുറിയിലോട്ട് വന്ന ലക്ഷ്മി കാണുന്നത് വെറും നിലത്ത് കിടന്ന് കരയുന്ന മൃദുവിനെയാണ്. ലക്ഷ്മിക്ക് പരിഭ്രമമേറി. അവളെ തറയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ചിറകറ്റി വീണ ഒരു കുഞ്ഞു പക്ഷിയെ പോലെ തോന്നി ലക്ഷ്മിക്ക്. എന്തുപറ്റി മോളെ? വിടങ്ങരിച്ചിരിക്കുന്നവളെ ലക്ഷ്മി ഒന്ന് കുലുക്കി വിളിച്ചപ്പോഴാണ് അവൾക്ക് സ്ഥലകാലബോധമുണ്ടായത്. ലക്ഷ്മിയെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ആർത്തു കരഞ്ഞു. ഞാൻ ചീത്തയാണെന്ന്, പണക്കൊഴുപ്പിൽ സൂക്കേട് തീർക്കാൻ വേണ്ടി നടക്കുന്ന പെണ്ണാണെന്ന്, ഞാൻ അങ്ങനെയല്ല എന്ന് സൂരജേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏട്ടെത്തി. എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടല്ലേ? മൃദു തേങ്ങിക്കൊണ്ടിരുന്നു. ലക്ഷ്മിക്ക് അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നുപോലും അറിയുന്നുണ്ടായിരുന്നില്ല. കരയാതെ കുട്ടി. ലക്ഷ്മി അവളുടെ നെറുകയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. മൃദുവിൻ്റെ ഉള്ളിൽ അന്നേരവും സൂരജ് തനിക്ക് നേരെ തൊടുത്തുവിട്ട വാക്കുകളുടെ കയ്പ് തന്നെയായിരുന്നു. വെറുതെ അല്ല കുറച്ച് ദിവസമായി ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ നടക്കുന്നത്. എൻ്റെ മൃദു, ആ ജാനകി ടീച്ചർ പറയുന്ന പോലെ നീ വെറും പാഴായി പോയല്ലോ. നിമ തൻ്റെ മുന്നിലിരുന്ന് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ രണ്ടും മത്സരിച്ച് തുടക്കുന്ന മൃദുവിനെ നോക്കിക്കൊണ്ട് പല്ലി ഞെരിച്ചു. ഞാൻ എന്നോട് ഇഷ്ടമായാലൊന്ന് കരുതിയിട്ടല്ലേ? അതിന് പണം കൊടുക്കുകയാണോ വേണ്ടത്? ഇതിപ്പോൾ അങ്ങേരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തതുപോലെ ആയില്ലേ? അങ്ങേരുടെ ഒരു അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്തു, എന്നിട്ട് അതിന് വിലയിടുകയും ചെയ്തു. നിമ കുറ്റപ്പെടുത്തലോടെ മൃദുവിനെ നോക്കി. മൃദു കണ്ണുകൾ തുടച്ച് നിമയെ ആദ്യമായി കാണുന്ന പോലെ നോക്കിയിരുന്നു. എന്താടി കണ്ണും മിഴിച്ചു നോക്കുന്നേ? നിമേ, നീ എത്ര പക്വതയോടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എനിക്ക് എന്താടി അതിന് പറ്റാത്തത്? എനിക്കൊരാളോട് സംസാരിക്കാനോ എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പറയാനോ എനിക്കൊരാളോട് ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ പോലും എനിക്കറിയില്ലടി. പറഞ്ഞു തീരുമ്പോഴേക്കും മൃദുവിൻ്റെ കരച്ചിലിൻ്റെ ആക്കം കൂടി തുടങ്ങിയിരുന്നു. എൻ്റെ കുഞ്ഞെ, നീ ഇങ്ങനെ കരയാതെ. നിമ അവളെ തന്നോട് ചേർത്തിരുത്തിക്കൊണ്ട് ഇറുകെ പുണർന്നു.
മൃദുവിൻ്റെ തുറന്നു പറച്ചിലിൽ നിമയുടെ അതുവരെയുള്ള ദേഷ്യം അത്രയും ഉരുക്കി കളഞ്ഞിരുന്നു. നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. ഒന്നാമത് സൂരജ് എന്ന് പറയുന്നത് പ്രായത്തേക്കാൾ പക്വത ഉള്ള ഒരു വ്യക്തിയാണ്. അതിനുമപ്പുറം ചെറുപ്പം മുതൽ ഒരു കുടുംബത്തിൻ്റെ ഭാരം ഒട്ടാകെ തലയിൽ ചുമന്ന് നടക്കുന്ന ഒരുത്തൻ. നീ ഈ കണ്ണിൽ ഒളിപ്പിച്ച പ്രണയമായി നടന്നാലൊന്നും അങ്ങേർക്ക് അത് ചൂഴ്ന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള സമയമില്ല. അതിനെ പറ്റിയ സന്ദർഭവുമല്ല. നീ ആദ്യം അതൊന്ന് മനസ്സിലാക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? മൃദു ദയനീയമായി നിമയെ ഒന്ന് നോക്കി. ഒന്നല്ലെങ്കിൽ നീ പഠിച്ച എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ആയതിനു ശേഷം നിന്റെ ഇഷ്ടം പറയണം. അപ്പോഴേക്കും സൂര്യചേട്ടൻ വേറെ ആരെങ്കിലും സ്നേഹിച്ചാലോ? മൃദു തൻ്റെ ആശങ്ക മറച്ചു വെച്ചില്ല. എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ പറ. ഇടി പൊട്ടി, പ്രായത്തിൻ്റെ പക്വത കുറവിൽ നിനക്ക് തോന്നിയ ഒരു ആകർഷണം. അങ്ങനെ ആയിട്ട് നിന്റെ പ്രണയം സൂര്യചേട്ടൻ എടുക്കത്തുള്ളൂ. നിമ ഉറപ്പിച്ചു പറഞ്ഞു. എനിക്കറിയില്ല നിമേ, കണ്ണടച്ചാലും തുറന്നാലും ഒക്കെ ആ മുഖമാണ്. എൻ്റെ തലയിലോട്ട് ഇപ്പോൾ ഒന്നും കയറുന്നില്ല, പഠിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റേതാണ് എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരുന്നോളാം. നീ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടെന്താ? ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകിട്ട് ക്ലാസ് വിട്ടു പോകുമ്പോൾ നീ അങ്ങ് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്ക്. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നിമ മൃദുവിന് ആത്മവിശ്വാസം പകർന്നു. അന്ന് ഇരുവരും സൂരജിനോട് എങ്ങനെ പറയണം, എന്ത് പറയണം എന്ന കണക്കുകൂട്ടലിലായിരുന്നു. ക്ലാസ്സിലിരുന്ന് ഇരുവരുടെയും ചർച്ച മുറുകിയപ്പോൾ ഇരുവരെയും ജാനകി ടീച്ചർ എടുത്ത് പുറത്തിട്ടു. പിന്നെ പുറത്ത് വരാന്തയിൽ മുട്ടിലിരുന്നായി ഇരുവരുടെയും ചർച്ച. എന്താ? സൂരജ് സംശയഭാവത്തിൽ മൃദുവിനെ തന്നെ നോക്കി. ഞാനന്നറിയാതെ ആ പണം തന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല. അത് തന്ന എന്നോടുള്ള ദേഷ്യം മറന്നു എന്ന് കരുതി. അല്ലാതെ സത്യമായിട്ടും പണത്തിൻ്റെ അഹങ്കാരം കാണിച്ചതൊന്നുമല്ല കേട്ടോ. വിക്കി പറയുന്നവളെ നോക്കി നിൽക്കുകയായിരുന്നു അന്നേരവും സൂരജ്. അവൻ്റെ കൃഷ്ണമണികൾ പോലും അനങ്ങുന്നില്ലെന്ന് കാണെ മൃദുവിൻ്റെ നെഞ്ചെടുപ്പ് ഉയർന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സൂരജിൻ്റെ നെറ്റി ഒന്നുകൂടെ ചുളിഞ്ഞു. പക്ഷെ മൗനമായി തന്നെ ആൾ തുടർന്നു. എനിക്ക് സൂര്യചേട്ടനെ ഇഷ്ടമാണ്. വെറുതെ ഒരു നേരം പോക്കായി കണക്കാക്കല്ലേ. സത്യമായിട്ടും ഇഷ്ടമാണ്. സ്വന്തം തലയിൽ കൈ ചേർത്ത് വെച്ച് ആണയിട്ട് പറയുന്നവളെ കാണെ പ്രതീക്ഷിച്ചത് എന്തോ കേട്ട ഭാവമായിരുന്നു അവനിൽ. അപ്പോൾ കുട്ടിക്ക് എന്നോട് പ്രേമമാണെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ഒട്ടും നോട്ടം തന്നിൽ നിന്നും മാറ്റാതെയാണ് സൂരജിൻ്റെ ചോദ്യം. മൃദുവിൻ്റെ ഉള്ളംകൈ പോലും ആ ചോദ്യത്തിൽ വിയർത്തു തുടങ്ങിയിരുന്നു. തൊട്ടപ്പുറം മാറി നിൽക്കുന്ന നിമയെ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കിയപ്പോൾ അവൾ അതേ എന്ന് പറയാൻ തന്നോട് കണ്ണുകൾ കൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ കണ്ണിൽ തന്നെ നോക്കുമ്പോൾ ഉള്ള ഭാവം പോലും ചികയാതെ നിഷ്കളങ്കമായി മൃദു തലയാട്ടി. ശരി, സമ്മതിച്ചു. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മൃദു സൂരജ് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. മൃദു ഒന്നും മിണ്ടിയില്ലെങ്കിലും അവനെ തന്നെ നോക്കി. തൻ്റെ ചോദ്യത്തിന് വേണ്ടി അവൾ കാത്തു നിൽക്കുകയാണെന്ന് സൂരജിന് മനസ്സിലായി. എന്ത് കണ്ടിട്ടാ എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത്? സൂരജ് തീർത്തും സാധാരണമായാണ് ചോദിച്ചത്. പക്ഷെ മൃദുവിന് അതിനൊരു ഉത്തരം കൊടുക്കാനില്ലായിരുന്നു. അഞ്ജു വന്ന് സ്ഥിരം തൻ്റെ ഏട്ടനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവളുടെ ഏട്ടനെ കുറിച്ച് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല. പിന്നീട് എപ്പോഴോ അതൊക്കെ കേൾക്കാൻ ഒരു കൗതുകം തോന്നി തുടങ്ങി. പിന്നീട് ആ കൗതുകം മാറി കൊതിയായി. പിന്നീട് സൂരജ് എന്ന ഒരു പേര് പോലും തൻ്റെ ശരീരത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ പ്രാപ്തമായി. പക്ഷെ അത് എങ്ങനെ, ഏത് രീതിയിൽ സൂരജിന് പറഞ്ഞു കൊടുക്കണമെന്ന് മൃദുവിന് അറിവില്ലായിരുന്നു. നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് മാത്രമാണ് ഇല്ലാത്ത ധൈര്യമുണ്ടാക്കി മനസ്സിലുള്ള ഇഷ്ടം എങ്കിലും തുറന്നു പറഞ്ഞത്. എൻ്റെ നിറമോ രൂപമോ കണ്ടിട്ടാണോ ഇഷ്ടം? സൂരജ് എടുത്തു ചോദിച്ചു. മൃദുവിന് എന്ത് മറുപടി കൊടുക്കണമെന്നറിയില്ലായിരുന്നു. അങ്ങനെയാണോ? അവൾ സ്വയം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ സൂരജേട്ടനേക്കാൾ ഒരുപടി സൗന്ദര്യത്തിന് മുന്നിൽ നിൽക്കുന്നവർ അടക്കം തൻ്റെ പിന്നാലെ വന്നിട്ടില്ലേ? പക്ഷെ അവരോടൊന്നും തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ താൻ സ്നേഹിച്ചിരുന്നത് അഞ്ജുവിൻ്റെ കഥകളിലെ സൂരജിനെ തന്നെയായിരുന്നു. അച്ഛൻ നഷ്ടപ്പെട്ട അവൾക്ക് ഒരേ സമയം അച്ഛനായും ഏട്ടനായും ജീവിക്കുന്ന സൂരജ്. ചെറിയ പ്രായത്തിൽ ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ദം മുഴുവൻ തലയിൽ ചുമന്നവൻ. ഒരു ലഹരിക്കും അടിമപ്പെട്ടിട്ടില്ലാത്ത എൻ്റെ ഏട്ടൻ എന്ന് അഞ്ജു വീമ്പ് പറയുന്ന അവളുടെ ഏട്ടൻ. എല്ലാവരോടും വിനയവും ബഹുമാനവുമായി പെരുമാറുന്നവൻ. ഒരു നോട്ടം കൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാത്തവൻ. അതൊക്കെ തന്നെയാണ് തൻ്റെ മനസ്സിൽ സൂരജ്. ആദ്യം തോന്നിയ ആരാധന ദിവസങ്ങൾ കൊണ്ടാണ് പ്രണയമായി മാറിയത്. അത് എങ്ങനെയൊന്ന് പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് മൃദുവിനും അറിവില്ലായിരുന്നു. ഉത്തരമില്ലേ? കുനിഞ്ഞുപോയ അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് സൂരജ് ചോദിച്ചു. മൃദു ഉമ്മിനീർ വിഴുങ്ങിപ്പോയി. എന്നാൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം തുറന്നു പറയാം. എനിക്കുമുണ്ട് ഞാൻ പ്രണയിക്കാൻ പോകുന്ന കുട്ടിയെപ്പറ്റി അല്പം ഭാവനകളൊക്കെ. മൃദു ആകാംക്ഷയോടെ അവനെ തന്നെ നോക്കി. ഒരിക്കലും നിന്നെപ്പോലെ കാണുന്ന ചാഞ്ഞ മരത്തിലെല്ലാം ചാടിക്കയറുന്ന ഒരുത്തിയല്ല എൻ്റെ ഉള്ളിൽ. കൂട്ടുകാരിയുടെ ഏട്ടനെ മറ്റൊരു കണ്ണിൽ നോക്കുന്നവളെ അല്ല എനിക്ക് വേണ്ടത്. ഇതുപോലെ കൂട്ടുകാരിയെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ ചൊല്ലി പഠിച്ച് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന നിന്നെപ്പോലെ ഒരുത്തിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്.
ആത്മവിശ്വാസമുള്ള, സ്വന്തമായി തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ. അല്ലാതെ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ പ്രേമം മണ്ണാങ്കട്ട എന്നും പറഞ്ഞ് നാട് മുഴുവൻ ചെറുക്കന്മാരോട് പ്രേമമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവളല്ല എൻ്റെ ഉള്ളിൽ. ഇങ്ങനെ കൊള്ളപ്പലിശക്ക് ആളുടെ കഴുത്തടുത്തുണ്ടാക്കുന്ന വീട്ടിൽ നിന്നും തിന്നും കുടിച്ചും നാട്ടുകാരുടെ കണ്ണുനീരിനും വിയർപ്പിനും മുകളിൽ സുഭിക്ഷമായി ഉണ്ടുറങ്ങിയും ജീവിക്കുന്ന ഒരു വീട്ടിലെ അവസാനത്തെ കണ്ണിയായ നിന്നെ സൂരജിന് ഒരിക്കലും ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. പറഞ്ഞു തീരുമ്പോഴേക്കും സൂരജ് കിതച്ചു പോയിരുന്നു. മൃദുവിന് മുഖത്ത് അടി കിട്ടിയ പോലെ തോന്നിയൊരു നിമിഷം. തന്നെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ അവൻ തന്നെ മുറിപ്പെടുത്തിയിരിക്കുന്നു. ആ മുറിവിൽ നിന്നും രക്തം കിനിയുന്നുണ്ട്. തനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട്. പറഞ്ഞതെല്ലാം ഒന്ന് തിരുത്തി പറയാമോ എന്ന് ചോദിച്ച് അവനോട് കെഞ്ചാൻ അവൾക്ക് തോന്നി. താൻ സൂരജേട്ടനെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ലെന്ന് പറയാൻ തോന്നി. ജീവിതത്തിൽ ആദ്യമായി ഇഷ്ടം തോന്നിയത് സൂരജിനോടാണെന്നും അതിൻ്റെ വ്യാപ്തി സൂരജ് ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരുപാട് ഉയരത്തിലാണെന്നും പറയാൻ തോന്നി. പക്ഷെ ഒരു വാക്കുപോലും പുറത്തേക്ക് വരുന്നില്ല. താൻ സൂരജേട്ടൻ അല്പനേരം പറഞ്ഞ പോലെ ആത്മവിശ്വാസമില്ലാത്ത, സ്വന്തമായി നിലപാടുകളില്ലാത്ത ഒരുവളാണെന്ന് അവൾക്ക് അന്നേരം സ്വയം തോന്നിത്തുടങ്ങി. മൃദുവിന് അന്നേരം തല ചുറ്റും പോലെ തോന്നി. പൊടുന്നനെ മൃദുവിൻ്റെ ഇടത്തെ കൈയിൽ ഒരു പിടി വീണു. നിമ്മ അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് സൂരജിനെ തന്നെ ഉറ്റുനോക്കി. ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്ന് പറയണം, അല്ലാതെ ഇവളെ ഇങ്ങനെ പച്ചക്ക് കീറി മുറിച്ച് രസിക്കുകയല്ല വേണ്ടത്. നിമുക്ക് അന്നേരം സൂരജിൻ്റെ മുഖത്ത് നോക്കാൻ പോലും വെറുപ്പ് തോന്നി. ഇനി മേലാൽ പ്രണയം, സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ പിന്നാലെ ഇങ്ങനെ പായരുത്. നിന്നെപ്പോലെ ഒരുത്തിയുടെ സ്നേഹമൊന്നും ഇയാൾ അർഹിക്കുന്നില്ലടി. നിങ്ങളുടെ സങ്കല്പത്തിൽ ഒരു പെൺകുട്ടി ആയിരിക്കില്ല ഇവൾ എന്ന് കരുതി ഇതൊരു മനുഷ്യ കുഞ്ഞാണെന്ന് നിങ്ങളും മറന്നു പോകരുത്. നിമ മൃദുവിൻ്റെ കൈയും പിടിച്ച് വെട്ടിത്തിരിഞ്ഞുകൊണ്ട് നടന്നു. അന്നേരവും തിരിഞ്ഞു തന്നെ നോക്കുന്നവളുടെ കണ്ണിൽ പ്രതീക്ഷയായിരുന്നു. ഒരിക്കലെങ്കിലും താൻ അവളെ സ്നേഹത്തോടെ ഒന്ന് നോക്കും എന്നൊരു പ്രതീക്ഷ. പക്ഷെ അപ്പോഴും തൻ്റെ ഉള്ളിൽ അവളോട് വെറുപ്പ് തന്നെയായിരുന്നു. ഒരിക്കലും മാറില്ലെന്ന് താൻ വിശ്വസിച്ചിരുന്ന അത്രയും വെറുപ്പ്. പക്ഷേ മൃദു തൻ്റെ പ്രണയം കൊണ്ട് അവനെ ഓരോ നിമിഷവും തോൽപ്പിച്ചുകൊണ്ടിരുന്നു. തുടരും സൂര്യകാന്തി. ഒറ്റ പാർട്ടിൽ അവസാനിപ്പിക്കണം എന്ന് കരുതിയൊരു കഥയാണ്. പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്തോറും അപ്ലോഡ് ചെയ്യാൻ എന്തൊക്കെയോ എറേഴ്സ് കാണിക്കുന്നുണ്ട്. സോ 2 പാർട്ടിയിലുണ്ടാവും കഥ. നാളത്തെ ഒരു പാർട്ടോട് കൂടി ഈ കഥ അവസാനിക്കും. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരു 1K ലൈക്കൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തോട്ടെ പ്ലീസ്. അപ്പോൾ വീഡിയോ ഒന്ന് റീച്ചാക്കി കൈ തരില്ലേ? താങ്ക് യു.